ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കൃഷ്ണയാമത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തി ടിക്കറ്റൊക്കെ എടുത്ത് എന്താ പറയുക, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് സീറ്റ് നമ്പറൊക്കെ കൺഫേം ചെയ്ത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ മഞ്ജരീസിലൂടെ ഭഗവത്ഗീതയും നാരായണീയവും അതുപോലെ ശ്രീല പ്രഭുപാജിയുടെ കുറേ ബുക്സും പിന്നെ മസാലപ്പൊടികളും ക്ലിക്കറും ജപമാലയും കാപ്പി പൗഡറും ഒക്കെ ഓർഡർ ചെയ്ത കുറേ കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനൊരു വിധമൊക്കെ പാക്ക് ചെയ്തു മെനയാന്ന്. പക്ഷേ അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന് രാവിലെ ആയപ്പം ശരി, എന്തായാലും 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, എന്നാലേ എനിക്ക് 3 മണിക്കുള്ള ട്രെയിൻ പിടിക്കാൻ പറ്റൂ എന്നുള്ള ആ ഒരു ആലോചനയിൽ 9 മണിയോടൊക്കെ ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ യാത്ര നടക്കില്ല. കാരണം ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. ഞാനിതെല്ലാം പാതി വഴിയിലിട്ട് പോയാൽ ഇനി തിരിച്ചു വരണമെങ്കിൽ 15 ദിവസമാവും. സൗണ്ട് കുറവല്ലല്ലോ? ഇപ്പം കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കാവോ? കേൾക്കാമോ? മെസ്സേജ് ഇടൂ. ഇപ്പോഴും കേൾക്കുന്നില്ല? കേൾക്കാം. അപ്പോൾ ഞാനിങ്ങനെ 9 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, മെസ്സേജ് നോക്കി വന്നപ്പം ഇന്നത്തെ യാത്ര എന്തായാലും നടക്കില്ല. കാരണം ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇതെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ട് ചെന്നൈ പോണ്ടി ബസാറിലുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും എന്തായാലും ഒരു 3/4 മണിക്കൂർ. അവിടെ ചെന്ന് ഇതെല്ലാം ബുക്ക് ചെയ്ത് ഇതെല്ലാം അയച്ച് അവർ ആ പ്രിൻ്റ് നമുക്ക് തരുമ്പോഴേക്കും ഒരു 1.5 മണിക്കൂർ. തിരിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും 1:45 2 മണിയാവും. പിന്നെ വന്നിട്ട് 3 മണിയുടെ ട്രെയിൻ പിടിക്കാൻ വേണ്ടി വീണ്ടും 1 മണിക്കൂർ യാത്ര ചെന്നൈയിലെ ട്രാഫിക്കിൽ നടക്കില്ല. ശരി, ഓക്കെ, എന്നാൽ ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്യാം, വീട്ടിൽ എന്തെങ്കിലും പറയാം. കാരണം ഗുരുവായൂർ മഞ്ജരീസ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ എത്തിച്ചു തരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ജപിക്കാൻ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്നവരുണ്ട്, ഗീത വായിക്കാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവരുണ്ട്, ചായയും കാപ്പിയും സ്ഥിരമായി കുടിച്ച് അമ്പിളിമാതാജി പറഞ്ഞിട്ട് കാപ്പി നിർത്തി, എന്തോ ഒരു കാപ്പി കിട്ടാനുണ്ട് മഞ്ജരീസിൽ, അത് ഈ ചായക്കും കാപ്പിക്കും പകരമാണ്. അപ്പം അതിനു വേണ്ടി മെസ്സേജ് അയച്ചിട്ട് എത്ര ദിവസങ്ങളായി, കാപ്പി കിട്ടിയില്ല, അങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാം കൂടി ആലോചിച്ചപ്പം ഇത്രയും പേരുടെ സാധനങ്ങൾ ഇവിടെ ഞാൻ പെൻഡിങ് വെച്ചിട്ട് ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ എനിക്ക്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം എൻ്റെ ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തു, തത്കാലിൽ ബുക്ക് ചെയ്തു. അപ്പം നാളെ വൈകിട്ട് 4:20 ട്രെയിനിന് കിട്ടി, തത്കാലായതുകൊണ്ട്. കാരണം ഇന്ന് 11 മണിക്ക് മുമ്പേ ബുക്ക് ചെയ്താലേ തത്കാലിൽ കിട്ടൂ. എന്തിനും ബുക്ക് ചെയ്തിട്ടു, ഇട്ടപ്പോൾ കിട്ടി നാളെ വൈകിട്ട് 4:20. അപ്പം എന്ത് ചെയ്തു, എല്ലാ ഓർഡറുകളും കൊണ്ടുപോയി അയച്ചു. ഇനി അയക്കാനുള്ളത് യശോദാ കൃഷ്ണൻ, നാരായണീയം, കൃഷ്ണാവബോധവും വൈഷ്ണവ ഗീതങ്ങളും. അത് നമ്മൾക്ക് സ്റ്റോക്ക് എത്തിയിട്ടില്ല, അത് ഇസ്കോണിൽ എവിടെയും ഇല്ല, വരുന്നേ ഉള്ളൂ. യശോദാ കൃഷ്ണനെയും നാരായണീയത്തിനെയും സ്റ്റോക്ക് വരികയാണ്. കാരണം 6 യശോദാ കൃഷ്ണനെ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞു. ഒരുപാട് യശോദാ കൃഷ്ണന്മാരുണ്ട്. അപ്പം അതെല്ലാം കൂടെ ബോംബെയിൽ നിന്ന് നേരെ ഓർഡർ കോഴിക്കോട് അഡ്രസ്സ് കൊടുത്തു. പ്രഭുജി ഈ അഡ്രസ്സിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓക്കെ മാതാജി എന്ന് പറഞ്ഞു. ബാക്കി കാപ്പിയും അച്ചാറും മസാലപ്പൊടിയും ചന്ദനത്തിരിയും ഭഗവത്ഗീതയും ഭാഗവതവും എന്താ പറയുക ബുക്സുകളും ഈ ജപമാലയും ക്ലിക്കറും എന്ന് വേണ്ട സകലമാന സാധനങ്ങളും ഇന്ന് കൊണ്ടേ അയച്ചു. ഏകദേശം ഒരു 613 പാർസൽ ഇന്ന് ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് രാവിലെ ഒരു 11:30 12:30 1 മണി വരെയുള്ള എല്ലാ മെസ്സേജുകളും നോക്കി ആൻസർ കൊടുത്തിട്ടുണ്ട്. 12 മണിക്ക് ശേഷം അയച്ച മെസ്സേജുകൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതിനി എന്തായാലും ഞാനൊരു 2-3 ദിവസം കഴിയാതെ മെസ്സേജുകൾ ഓപ്പൺ ചെയ്യില്ല.
അതുകൊണ്ട് ആരും കയറിയിട്ട് മാതാജി മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നോക്കണേ 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 എന്ന് പറഞ്ഞ് ലൈവിൽ മെസ്സേജ് ഇടണ്ട. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇനി മെസ്സേജ് നോക്കൂ. കാരണം നാളെ എനിക്കിനി പ്രത്യേകിച്ച് ഇവിടെ ജോലിയൊന്നുമില്ല. ബിന്ദുമ്മ ഒരു കുഞ്ഞ് ആഗ്രഹം പറഞ്ഞു, അമ്പിളിക്കുട്ട എനിക്കൊരു 3 നൈറ്റി വേണമെന്ന്. അതെന്തായാലും ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ആഗ്രഹം പറയാറുണ്ട്. അപ്പോൾ ഇനിയിപ്പം നാളെ പോകുന്ന വഴിക്ക് ബിന്ദുമ്മയ്ക്ക് ഒരു 3 നൈറ്റി മേടിച്ചു കൊടുത്തിട്ട് നേരെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ഇടയ്ക്ക് വേറെ എക്സ്ക്യൂസുകളൊന്നും ഇല്ല, ഒരു കാര്യവും ഇല്ല. നാളെ രാവിലെ പ്രഭാതമഞ്ജരി എടുക്കുന്നു, പാക്ക് ചെയ്യുന്നു, നേരെ ബിന്ദുമ്മയും കൂട്ടി ടി നഗർ പോകുന്നു, ഒരു 3 നൈറ്റി മേടിച്ചു കൊടുക്കുന്നുണ്ട്. നൈറ്റി എന്നാലും അവർക്കൊരു ആഗ്രഹം, 3 നൈറ്റി മേടിച്ചു കൊടുക്കുന്നു, നാട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഇനി നാട്ടിലേക്ക് പോവും. വൈകിട്ട് രാവിലത്തെ ക്ലാസ് മാത്രമേ ഉണ്ടാവൂ. ഇന്ന് രാവിലെ ക്ലാസ് എടുക്കാത്തതൊക്കെ പാക്കിംഗ് ആയതുകൊണ്ടാണ്. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പം എന്ത് ചെയ്യാം, നേരെ എനിക്ക് മെസ്സേജ് ഇട്ട് തരാം, മാതാജി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബില്ലിട്ട് തരും. ഓക്കെ. അപ്പോൾ നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഇന്ന് ഹാരമണിഞ്ഞിരിക്കുന്നത് വൈഗാനാഥ്, പുണർദം നക്ഷത്രം. ജോലി കിട്ടി. ഇതാരാണെന്നറിയോ? ഞാൻ അന്നൊരു കൃഷ്ണവിഗ്രഹം കൊടുത്ത രാസേശ്വരി മാതാജി ഓർമ്മ ഉണ്ടോ? ക്യാൻസർ ആയിരുന്നു, എന്നിട്ട് കിച്ചൂട്ടൻ്റെ അനുഗ്രഹം കൊണ്ട് ക്യാൻസർ മാറി എന്ന് പറഞ്ഞ് തീർത്തും ക്യാൻസർ മാറി. ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻ കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ പൊന്ന് ദേവദാസ് പ്രഭു, എന്തോ പറഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ ഈ സെറ്റും മുണ്ടും ആക്കൂന്നൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ബിന്ദുമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അവർക്ക് അതൊന്നും ശരിയാവില്ല, മനസ്സിലായില്ലേ? അവരങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. അവരെ കുറ്റപ്പെടുത്തല്ല, ഞാൻ താഴ്ത്തിക്കെട്ടൊന്നുമല്ല. അവർക്ക് അതൊന്നും ശീലമില്ലാത്ത ഒരാളാണ്, മനസ്സിലായില്ലേ? നമ്മൾ ഈ മുടിയൊക്കെ വെളുത്ത് ഇങ്ങനെ ഈ പ്രായം കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു സാധാരണ ഒരു നല്ല മുതുമുത്തശ്ശി. അങ്ങനെ ചിന്തിക്കരുത്. ആകെ 50 വയസ്സുള്ള ഒരാളാണ് ബിന്ദുമ്മ. ബിന്ദുമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല കൃത്യമായിട്ട്, മനസ്സിലായില്ലേ? അവർക്ക് മര്യാദയ്ക്ക് അവരെടുക്കുന്ന സാരി തന്നെയായിരിക്കും പെർഫെക്റ്റായിട്ട് നോക്കില്ല. അവരുടെ പഴയ കാലങ്ങൾ അങ്ങനെ ആയിരുന്നു. ഇത്രത്തോളം നമ്മൾ ട്രെയിൻ ചെയ്താണ് ഇങ്ങനെ ആക്കിയെടുത്തത്. ക്ലിയർ? ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. നമ്മളിങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയ ആളല്ല അവരിനി മാറട്ടെ. അവരിനി ഒരുപാട് മാറാനുണ്ട്, ഒത്തിരി റെഡി ആവാനുണ്ട്. ഓക്കെ. റെഡിയായി വരുമ്പം ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തിൽ നടക്കാം. ചിലപ്പോൾ നടന്നാൽ നല്ലത്. അവർക്ക് ഇതിനോടകം മീനു മാതാജി തന്നെ 8-10 മേടിച്ചു കൊടുത്തിട്ടുണ്ട്, സെറ്റുമുണ്ടും. ഞാനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് അതൊന്നും ഒരു ഇതല്ല. അവർക്ക് നിങ്ങൾ ആ ഒരു 10 ദിവസം അവരുടെ കൂടെ ഇടപഴകുമ്പോഴേ പലതും മനസ്സിലാവും. എല്ലാ വ്യക്തികൾക്കും ഉണ്ട് ഓരോരോ കാര്യങ്ങൾ. അപ്പം അതിൽ നമ്മുടെ ബിന്ദുമ്മയെ നമ്മൾ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. പെട്ടെന്ന് കൊണ്ട് എല്ലാം കൂടി അപ്ലൈ ചെയ്യരുത്, അത് നടക്കില്ല. ക്ലിയർ? അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമല്ല. ഉച്ചയ്ക്ക് കണ്ണടക്കാൻ പറ്റില്ല. ഒരു അരമണിക്കൂർ, ആ അരമണിക്കൂർ ഞാൻ കണ്ണടക്കുമ്പോഴേക്കും അവരെന്താ ചെയ്യാന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് വേണം എപ്പോഴെങ്കിലും ഉച്ച സമയമൊക്കെ ഒന്ന് ഉറങ്ങാൻ. എന്തിനു പറയണം, കാറിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിന്ദുമ്മയെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ ഡോറ് തുറക്കരുത് എന്ന്. റോഡിൽ കൂടി ഓടുമ്പോൾ അവർ കാറിൻ്റെ ഡോറ് തുറന്നു കളയും, അറിയാമോ? ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ ഡോറ് അവർ തുറക്കും. അത്രയും ഒരു എന്താ പറയുക, കാര്യങ്ങൾ അറിയാത്ത ഒരു പാവം സ്ത്രീയാണ് അവരെ മേളിൽ കൊണ്ടുപോയി നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത്. അത് അവർക്ക് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. നമ്മളിങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് വേണം അവരെ കൊണ്ടുപോകാൻ, മനസ്സിലായില്ലേ? ലോക്കൊക്കെ ആക്കിയാലും നല്ല ബുദ്ധിയാണ് ബിന്ദുമ്മയ്ക്ക് ഇല്ലാത്തത്. അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ബിന്ദുമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും കാണാം ഫ്രിഡ്ജിലുള്ള സകലമാന സാധനങ്ങൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഓൺ ചെയ്തിട്ടുണ്ടാവും, ഫ്രിഡ്ജ് തുടച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞ് എനിക്ക് മതിയായി. അവസാനം ഞാനിപ്പോൾ ഫ്രിഡ്ജിന് ലോക്ക് ചെയ്തിട്ട് താക്കോൽ എൻ്റെ കയ്യിൽ വെച്ച് നടക്കുകയാണ്. കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട്
ചൈൽഡ് ലോക്കൊക്കെ ആക്കും, അവർ ഗ്ലാസ് തുറക്കും, എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. പക്ഷേ ഞാൻ അവരെ ഇങ്ങനെ എൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് വരികയാണ് ബിന്ദു അമ്മേനെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ കുറേ ബിന്ദുമ്മയെ ഞാൻ കൊണ്ടുപോവാണ്, അയ്യോ ഇവിടെ വെച്ചിട്ട് പോകാൻ എന്നാ തീർന്ന് എന്താ സംഭവിക്കാന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ കൊണ്ടുപോവാണ്, ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും. ഷൂട്ടിന് പോവുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷനിൽ കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ ഞാൻ നിൽക്കുമ്പം അമ്മയെ ഞാൻ കുറച്ച് എൻ്റെ കാഴ്ച എത്തുന്ന സ്ഥലത്ത് ഞാൻ ഇരുത്തും. അല്ലെങ്കിൽ ആ ലൊക്കേഷനിലുള്ള നമ്മൾ എന്തായാലും ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അവരോട് ഞാൻ പറയും അമ്മ കൊഞ്ചു പാത്തുക്കോപ്പാ എന്ന് പറയും. അങ്ങനെ അവരും എല്ലാവരും അമ്മ കൊഞ്ചു ഇങ്ങ വാ അമ്മ ഇങ്ങ ഉക്കാറുങ്ക അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മയെ അവരെല്ലാവരും നോക്കും. ഡബ്ബിങ്ങിന് പോകുമ്പോഴോ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ എൻ്റെ തൊട്ടടുത്ത് ഇരുത്തിയിട്ട് ഞാൻ പറയും ബിന്ദുമ്മ ശ്വാസം വിടരുത് ഒരു തരത്തിലും ബിന്ദുമ്മ, കാരണം ഡബ്ബിങ് സ്റ്റുഡിയോ ക്ലോസ്ഡ് ആണ്, ഒരു മൈന്യൂട്ട് ശബ്ദം പോലും ക്യാച്ച് ചെയ്യും. ഞാൻ പറയും ബിന്ദുമ്മ ഇവിടുന്ന് ശ്വാസം പോലും വിടരുത്, ബിന്ദുമ്മ ഇതേ ഈ ടി വിയിൽ നോക്കിയിരുന്നാൽ മതി, നോർമലി ശ്വാസം എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇരുത്തും. ഇപ്പം സ്റ്റുഡിയോയിലൊക്കെ എല്ലാവർക്കും പരിചയമായി, ഞാൻ പോകുന്ന എല്ലാ സ്റ്റുഡിയോയിലും ബിന്ദുമ്മയെ അറിയാം. അതുകൊണ്ട് അവരൊക്കെ ബിന്ദുമ്മേനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിരുത്തും. എന്നാലും ഞാനിങ്ങനെ എത്തി നോക്കും അവിടെ ഇരിക്കുന്നുണ്ടോയെന്ന്. കാരണം കുറേ ആണുങ്ങൾ വരുന്ന സ്റ്റുഡിയോ അല്ലേ, ഇങ്ങനെ ഒരുപാട് 100 തലയുണ്ടെങ്കിലേ അവരെ എന്താ പറയുക അവരെ ഒന്ന് കെയർ ചെയ്യാൻ പറ്റൂ. നമ്മൾ കാണുന്ന ഒരു നോർമൽ പേഴ്സൺ അല്ല അവർ, മനസ്സിലായില്ലേ? ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇപ്പം തൽക്കാലം നമ്മൾ അവരുടെ മേലെ വെക്കേണ്ട, അവരെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. എന്താ പറയുക, അങ്ങനെ എവിടെ എനിക്ക് ആക്കി പോകാൻ കഴിയില്ല, എനിക്ക് ആരുടെ അടുത്തും ആക്കി പോകാൻ പറ്റില്ല. ആരെങ്കിലും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവർ പോവും, അവരുടെ കൂട്ടത്തിൽ അങ്ങ് പോവും. അതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതാണ് എനിക്ക് പേടി. അങ്ങനെ കാലം വളരെ മോശമല്ലേ. ഞാൻ എൻ്റെ എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നോക്കും, അതേപോലെയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒന്നും വേണ്ട. രാത്രി കാലങ്ങളിൽ എൻ്റെ ഉറക്കം പോലും പല സമയത്തും ശരിയല്ല. പെട്ടെന്ന് എനിക്ക് ഉള്ളിലൊരു ടെൻഷനാണ്, എവിടെയാണ് എന്താണ്. നിങ്ങൾക്കറിയോ, ഞാൻ ഈ ഡോറ് പൂട്ടിയിട്ട് താക്കോലെടുത്ത് എൻ്റെ തലേണക്കടിയിൽ തലേണ കവറിലിട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. തലേണക്കടി വെച്ചാൽ ഞാൻ എങ്ങാനും ഉറങ്ങിപ്പോകുമ്പോൾ ഇതെടുത്ത് തുറന്ന് മേലാൻ കണ്ട് പോയി പോകുമെന്ന് എനിക്ക് പേടി. തമിഴ്നാടല്ലേ, നമ്മൾ ആരെ വിശ്വസിക്കും? എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണത്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, തലേണത്തെ കവറിൻ്റെ ഉള്ളിലാണ് ഈ വീടിൻ്റെ താക്കോല്. അങ്ങനെയാണ്. ബിന്ദുമ്മയ്ക്ക് കടയിൽ പോകണം വലിയ ഇഷ്ടമാണ്, ഞാൻ വിടാത്തതാണ് പ്രശ്നം. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാ അമ്മ കടയിൽ പോയിക്കോ. എന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും അമ്പിളിക്കുട്ടാ ഞാൻ വീട്ടിലേക്ക് എല്ലാ സാധനവും ഒരു മാസം മേടിച്ചിടും. അയ്യോ ലൈവ് ക്ലാസ്സിൽ എന്തൊക്കെയാ പറയണേ, മേടിച്ചു വയ്ക്കും. എന്നാലും എന്നോട് അമ്പിളിക്കുട്ടാ ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരട്ടെ, കപ്പ ചിപ്സും അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനവും ഞാനിവിടെ വാങ്ങി ഇങ്ങനെ ബക്കറ്റിലാക്കി വെക്കും. 4 മേടിക്കാൻ പോകണം. ശബരി എന്ന് പറയുന്നൊരു കടയുണ്ട്, ആ കടയിലെ ചേട്ടന് ഇവരെ അറിയാം, തമിഴാണ്. അങ്ങനെ പോണം എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്കറിയോ, ഇന്ന് വരേക്കും ബിന്ദുമ്മയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല, ടെറസിൽ പോയിരിക്കുകയാണ് താഴത്തെ ചേച്ചിമാരുടെ കൂടെ. ഞാൻ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. ബിന്ദുമ്മ പോകുന്നതിൻ്റെ പിന്നാലെ ഞാനും പോവും, തലയിലൂടെ ഒരു ഷോൾ ഇട്ട് എന്നെ കാണാത്ത പോലെ. ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാനും അവരെ കൂടെ പോയിട്ടുണ്ട്. അവരെ വിചാരം അവരെ ഒറ്റയ്ക്കാൻ പോണേന്നാണ്. ഞാനും പോയിട്ടുണ്ട്. കാരണം എന്താ, നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ല. നമ്മളെങ്ങനെയാ കൊണ്ട് കളയാ? ഇല്ല, ഇവിടെ ആളുണ്ടെങ്കിലും ആളില്ല, ആള് മേളിലാണ്, ടെറസിലാണ്. അങ്ങനെ നോക്കുന്ന ബിന്ദുമ്മയുടെ കാര്യം നമ്മൾ തൽക്കാലം പറയാതിരിക്കണം എന്നുള്ള നമ്മുടെ ക്ലാസ് നടക്കൂല. അപ്പൊ രാസേശ്വരി മാതാജീനെ അറിയാലോ എല്ലാവർക്കും. രാസേശ്വരി മാതാജിയുടെ മകള് വൈഗാനാഥ്, പുണർദം നക്ഷത്രം. അപ്പം എന്താ പറയാ, ആ ഒരു മാതാജിയുടെ മോൾക്ക് ജോലി കിട്ടി. അതുകൊണ്ടാണ് ആ മാതാജിയുടെ മോളുടെ ജോലി കിട്ടിയ സന്തോഷത്തിലാണ് ഇന്ന് നമ്മൾ കിച്ചൂട്ടന് ഹാരമണിഞ്ഞിരിക്കുന്നത്. ഇനി ഇന്നത്തേക്ക് കിച്ചൂട്ടനൊരു പാലുണ്ട്. സുധാ മാതാജി 60ാം പിറന്നാൾ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. സുധാ മാതാജിയുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പ്യോ പാലായതുകൊണ്ട് ഒന്നരാടമേ ഉള്ളൂ. അപ്പം
നാളെ രാവിലെ കിച്ചൂട്ടന് സുധാ മാതാജിയുടെ പേരിൽ പാല്. ക്ലിയർ? ഓക്കെ. നമുക്കപ്പം കൃഷ്ണൻ ഹസ്തിനപുരത്തില് അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്താ പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇന്ന് ഞാൻ പോവില്ല എന്നുള്ളത്. നമ്മൾ ഇതങ്ങ് പറഞ്ഞപ്പോഴേ കിച്ചൂട്ടന് ഭയങ്കര സന്തോഷം. അങ്ങനെ കിച്ചൂട്ടൻ ഇന്ന് ഇവിടെ പിടിച്ചു നിർത്തി. ഇന്ന് 11 o'clock വരെയാണ് ക്ലാസ്. ആരും ഉറങ്ങരുത്, ഇരുന്നേക്കണം. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? നമ്മുടെ ഷെയറിംഗ് ടാർഗറ്റ് ആരെങ്കിലും മെസ്സേജ് ഇടും. എത്രയാണ് നമ്മുടെ ഷെയറിംഗ് ടാർഗറ്റ്? നിങ്ങൾ ആരും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. കിച്ചൂട്ടൻ പിണങ്ങും നിങ്ങളോട് ഷെയർ ചെയ്തില്ലെങ്കിൽ, ഉറപ്പായിട്ടും പിണങ്ങും. എത്രയാണ് ഷെയറിംഗ് ടാർഗറ്റ്? മറന്നുപോയോ? ഇപ്പോൾ ഉള്ള 208 പേരും അവരവരുടെ പേജിലേക്ക് ഷെയർ ചെയ്യും. നേരെ 600 അല്ല, 600 ക്രോസ് ചെയ്തു. ഇപ്പൊ 800 ആണ് കേട്ടോ. ഷെയറിംഗ് ടാർഗറ്റ് 800 ആണ്. കിച്ചൂട്ടന് വേണ്ടിയിട്ട് ആരാണോ കിച്ചൂട്ടന്റെ ക്ലാസ്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാഭാരതം, അദ്ദേഹം സഹിച്ച ത്യാഗം, അദ്ദേഹം ആഗ്രഹിച്ച പല കാര്യങ്ങൾ, ഇത് മഹാഭാരതത്തിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ മഹാഭാരതം ആരൊക്കെയാണോ ഷെയർ ചെയ്യുന്നത് അവരിലൊരു പ്രസാദം, ഒരു അനുഗ്രഹം, പ്രത്യേക കൺസിഡറേഷൻ കിച്ചൂട്ടൻ്റെത് ഉണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം കിച്ചൂട്ടൻ എത്ര പേരുടെ ജീവിതത്തിലാണ് അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. നമ്മുടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇന്നല്ല നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ, ഒരാൾക്ക് വയ്യാതെയായിട്ട്, പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, അദ്ദേഹത്തിന് വയ്യാതെയായി ഡോക്ടേഴ്സ് 8 പേര് നിന്ന് 8 മണിക്കൂറാണ് സർജറി ചെയ്യുന്നത്. അപ്പോഴും അവർക്ക് വിശ്വാസമില്ല റിക്കവർ ആവുമെന്ന്. വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പ്രഭുജിയുടെ പെങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. നമ്മൾ മഞ്ജരീസിലൂടെ വെള്ളം ഡൊണേഷൻ കൊടുത്തു, പലർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, തെരുവിൽ കിടക്കുന്നവർക്ക്. അന്ന് ഞാൻ പറഞ്ഞു, മാതാജി ദാഹിച്ചവന്റെ തൊണ്ടയിലൂടെ ഈ വെള്ളം ഇറങ്ങും, എന്താണ് ആശ്വാസം അവർക്ക് കിട്ടുന്നത്, അത് കിച്ചൂട്ടൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കും മാതാജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോട്ടിൽ വെള്ളം പൊട്ടിച്ച് ഞാൻ ഇവിടെ വെച്ചു. കിച്ചൂട്ടാ, അദ്ദേഹത്തിന്റെ തൊണ്ടയിലൂടെ വെള്ളം ഇറക്കണേ, ഡോക്ടേഴ്സ് ഇല്ല എന്നാ പറയുന്നത്. ഗിരിജാ വല്ലഭൻ, നമ്മൾ ഡോക്ടേഴ്സ് ഇല്ല എന്നാ പറയുന്നത്, വെള്ളം ഇറങ്ങില്ല എന്നാണ് പറയുന്നത്, അങ്ങ് കൈവിടല്ലേ എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ സർജറി ഒക്കെ കഴിഞ്ഞ് 2 മാസങ്ങൾക്കിപ്പുറം തൊണ്ടയിലൂടെ വെള്ളം ഇറങ്ങി. ഡോക്ടേഴ്സിന് തന്നെ അത്ഭുതമായിരുന്നു. ഒരു മാതാജി വീടിന്റെ വഴി അയൽവക്കക്കാര് വഴി പിടിച്ചു വെച്ചു, കൊടുത്തില്ല. ഭയങ്കര പ്രശ്നവും ബഹളവും ഒക്കെ ആയി, പാവങ്ങൾക്ക് നടക്കാൻ വഴിയില്ലാതെ ഇരുന്ന് കിച്ചൂട്ടനെ അങ്ങ് വിളിച്ചു. ഇന്ന് അവര് വന്ന് അവരായിട്ട് തന്നെ വഴി കൊടുത്തു. ഹരേ കൃഷ്ണ അച്ഛ. അപ്പൊ അങ്ങനെ നിരവധി പേരുടെ ജീവിതത്തില്, ഒത്തിരി പേരുടെ ജീവിതത്തില് അനുഗ്രഹം കിട്ടി. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്ന ജോസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ. പോയാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, ലൈവിൽ വരും. അദ്ദേഹം ക്രിസ്ത്യനാണ്, പക്ഷെ നല്ല ഹൈന്ദവ വിശ്വാസിയാണ്. അതിലുപരി ഗുരുവായൂരപ്പനെ ഒരുപാട് സ്നേഹമായിരുന്നു. കിച്ചൂട്ടനെ പലപ്പോഴും വന്ന് നമസ്കരിച്ച ഒരാളാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു, അമ്പിളി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഗവൺമെന്റ് ജോലി എന്ന്. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും കിച്ചൂട്ടൻ ഈ വരുന്ന ഓണത്തിന് മുമ്പേ അത് ചെയ്തിരിക്കുന്നു പറഞ്ഞു. ഓണത്തിന് മുൻപേ തന്നെ അദ്ദേഹത്തിന് ഗവൺമെന്റ് ജോലിയിൽ കയറാൻ പറ്റി. മക്കള് 2 പേര്, മോള് നന്നായിട്ട് നല്ല ഫസ്റ്റ് റാങ്കോട് കൂടി മോളെ ഏതൊക്കെയോ കോഴ്സിലൊക്കെ പാസ്സായി, മോനും ജോലി കിട്ടി. എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് കിച്ചൂട്ടനെ കാണണമെന്ന്. ഞാൻ പറഞ്ഞു, ജോസേട്ടാ ഞാൻ വരുന്നുണ്ട് നാളെ കോഴിക്കോട്, അങ്ങ് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ജോസേട്ടൻ വരും, എല്ലാവർക്കും ഞാൻ ലൈവിൽ കാണിച്ചും തരും, പരിചയപ്പെടുത്തി തരും. അന്ന് അദ്ദേഹം നാളെ മറ്റന്നാൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം പറയും. ഓക്കെ. അപ്പം എല്ലാവർക്കും കിച്ചൂട്ടനിലൂടെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. മുടങ്ങാതെ ഞാൻ അദ്ദേഹത്തിന് പൂജ ചെയ്യുന്നു, നിവേദ്യം വെക്കുന്നു. അദ്ദേഹത്തിന്റെ സമക്ഷം ഇരുന്നു കൊണ്ട് അന്നദാനത്തിന് തന്നാൽ അന്നദാനത്തിന്, വെള്ളത്തിന് തന്നാൽ വെള്ളത്തിന്, വസ്ത്രത്തിന് തന്നാൽ വസ്ത്രത്തിന്, ഈവൻ നമ്മുടെ ആ പാവപ്പെട്ട ബ്രാഹ്മൺ മാതാജിക്കും മക്കൾക്കും ആണെങ്കിൽ അത്. ആ മാതാജി നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മാതാജിക്ക് ആരൊക്കെ പേയ്മെന്റ് അയച്ചോ അവരുടെയൊക്കെ പേരും നമ്പറും ആ അയച്ച എമൗണ്ടും ഒരു ഡയറിയിൽ എഴുതിയെടുത്ത് ഞാൻ അതുപോലെ ഫോട്ടോ എടുത്ത് ഇന്നലെ രാത്രി ഇട്ട് കൊടുത്തു. പാവം ഒരുപാട് വിഷമിച്ചു. എന്നോട് പറഞ്ഞു, ഈ മഞ്ജരീസിനെ അറിയാത്ത പലരും പല സ്ഥലങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു മാതാജി, വൈകാതെ അവർ മഞ്ജരീസിന്റെ നന്മ തിരിച്ചറിയുമെന്ന്. അപ്പം ആ മാതാജിയുടെയും പട്ടിണി മഞ്ജരീസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. താങ്ക് യു ശ്രീ മാതാജി. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഒരു ഓഡിയോ അല്ലെങ്കിൽ
വലിയ ഓഡിയോ അല്ലാത്ത എന്താ പറയുക റൈറ്റപ്സ് ഇടുക. ശ്രീരാമനെ മോശമായി പറഞ്ഞു, അത് സാരമില്ല പ്രഭു, വിഷമിക്കണ്ട. കാരണം എന്താ അറിയോ, ആ പറഞ്ഞ വ്യക്തിക്ക് അനേകായിരം ജന്മങ്ങൾ എടുക്കാനുണ്ട്. മനസ്സിലായില്ലേ? അനേകായിരം ജന്മങ്ങൾ എടുക്കാനുണ്ട്. ഞാനും നിങ്ങളും എല്ലാവരും എന്തൊക്കെയോ തെറ്റ് ചെയ്തവരാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ജന്മം ജനിച്ചതും ഭഗവാനെ അറിഞ്ഞതും. ഞാൻ കഴിഞ്ഞ ദിവസം ബിന്ദുമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്താ അമ്പിളിക്കുട്ട ഞാനിങ്ങനെ തെരുവിൽ കിടക്കേണ്ടി വന്നത്, എന്താ അങ്ങനെ? എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ചേച്ചി ഉണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായി, മോളുണ്ടായി, എന്നിട്ട് ആർക്കും എന്നെ ഇഷ്ടമല്ലാതെ ഞാൻ എന്താ അങ്ങനെയായി പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ കിച്ചൂടൻ്റെ കാര്യം പറയുമ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ ഇവിടെ വീഴുകയും ഞാനിവിടെ ഉണ്ട് എന്നുള്ള തെളിവ് കാണിക്കണം. ഇത്രയും നേരം അടക്കി വെച്ച സാധനമാണത്, നമ്മൾ ഒട്ടിക്കുന്നത്, അതെല്ലാം കൂടെ താഴേക്ക് വീണം. ആ ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു, എനിക്കപ്പം എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ചോദിച്ചു, കിച്ചൂട്ട ഞാൻ എന്ത് മറുപടി ഇവർക്ക് പറഞ്ഞു കൊടുക്കും? അപ്പം എൻ്റെ ഉള്ളിൽ ആ ഒരു ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ആൻസർ എന്താണെന്നറിയോ, അവരെ ജീവിതത്തിൻ്റെ തത്വം പഠിപ്പിച്ചു കൊടുക്കണം. അതിലുപരി ഇപ്പം ദൈനംദിന ജീവിതം എങ്ങനെയെന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിലുപരി അവർക്ക് എന്താണോ ഭഗവാന്റെ തത്വം അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ആ തത്വം പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന തത്വം. ബിന്ദു അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ആ തത്വം പഠിക്കാൻ ബിന്ദു അമ്മയ്ക്ക് സമയമായി. എനിക്ക് കിട്ടിയ ഒരു നല്ല ഗോൾഡൻ ചാൻസും കൂടെ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ബിന്ദു അമ്മേ ബാ നമുക്ക് മുകളിൽ പോകാമെന്ന് പറഞ്ഞു. 11-11:15 ഞാനപ്പോൾ ആ ബ്രാഹ്മൺ മാതാജിയായിട്ട് എപ്പോഴും രാത്രി ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പാവം. അങ്ങനെ ഞാൻ അവരോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നേരെ ടെറസിൽ പോയി. ഞാൻ പറഞ്ഞു, ബിന്ദു അമ്മ എപ്പോഴെങ്കിലും ഭഗവാന്റെ പ്രസാദത്തിന് ലൈൻ നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ എന്താ അറിയോ, മോളെ എനിക്ക് അമ്പിളിക്കുട്ട ആശ്രയം ആ ഭക്ഷണമായിരുന്നു, പക്ഷെ എനിക്ക് എപ്പോഴും കിട്ടില്ല, അവരെന്നെ ഓടിച്ചു വിടും. ആസ് യൂഷ്വൽ എന്തോ നമ്മൾ ആ പൊളിറ്റിക്സിലേക്ക് കടക്കണ്ട. പലരും ഓട്ടിച്ചു വിട്ടു അമ്പിളിക്കുട്ട എന്നെ, എനിക്ക് തന്നില്ല ആ ഭക്ഷണം. ഞാൻ കൊതിയോടെ കാത്തു നിന്നിട്ടുണ്ട്, വിശപ്പ് സഹിക്കാൻ പറ്റാതെ എനിക്ക് ആ ഭക്ഷണത്തിന് ഞാൻ കാത്തു നിന്നിട്ടുണ്ട് അമ്പിളിക്കുട്ട. ഞാൻ കേട്ടു, അതാ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ബിന്ദു അമ്മേ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ നമ്മൾ ആ തെറ്റ് അനുഭവിക്കണ്ടേ? അത് വേണം, അത് വേണം, അത് വേണം, എന്നോട് എൻ്റെ വീട്ടുകാർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും അമ്പിളിക്കുട്ട. ഞാൻ പറഞ്ഞു, ബിന്ദു അമ്മയ്ക്ക് അത് ദേഷ്യം കൊണ്ടല്ലേ പറയുന്നത്? പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഭഗവാൻ നമ്മളോട് ദേഷ്യം വെക്കില്ല ബിന്ദു അമ്മേ. അതെന്താ? ഞാൻ പറഞ്ഞു, ഭഗവാൻ എല്ലാവരോടും സ്നേഹമാണ്, ആ ഗുരുവായൂരപ്പൻ എല്ലാവരോടും സ്നേഹമാണ്, പക്ഷെ ഭഗവാൻ നമ്മുടെ ആരാ ബിന്ദു അമ്മയെന്ന് ചോദിച്ചു. പറഞ്ഞു, നമ്മുടെ അച്ഛൻ അമ്പിളിക്കുട്ട, നമ്മുടെ അച്ഛൻ ഗുരുവായൂരപ്പൻ എന്നല്ലേ പറയണത്, അപ്പനാണ്. ഞാൻ പറഞ്ഞു, ആ അപ്പന് നമ്മളെ ശിക്ഷിക്കാനുള്ള അധികാരമില്ലേ? ഉണ്ട് 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 ഉണ്ട്. ഞാൻ പറഞ്ഞു, ഉവ്. ആ അപ്പനാവുമ്പോൾ അച്ഛന്മാരെങ്ങനെയാ നമ്മളെ ശിക്ഷിക്കുക? അത് നമ്മളെ സ്നേഹത്തോടെ. ഞാൻ പറഞ്ഞു, ആ ഭഗവാൻ, ആ ഗുരുവായൂരപ്പൻ നമ്മളെ സ്നേഹത്തോടെയാണ് ശിക്ഷിച്ചത്. അതെങ്ങനെ? ഞാൻ പറഞ്ഞു, ബിന്ദു അമ്മ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പം ഭഗവാന്റെ പ്രസാദത്തെ നിന്ദിച്ചിട്ടുണ്ടാവും. വേറൊന്നും ബിന്ദു അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ജീവിതത്തിന്റെ അവരുടെ ഈ യാത്രയിൽ അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവരൊരു ബ്ലാങ്ക് ലേഡിയാണ്. മനസ്സിലായില്ലേ? തങ്കമണി ചേച്ചി മോളുടെ പേപ്പർ കിട്ടി. ഗുരുവായൂരപ്പ, താങ്ക് യു സോ മച്ച് കിച്ചൂട്ടാ. അന്ന് പിടിച്ച കാല് ഇന്നും പിടിക്കുന്നു. ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ ആള്. ഞാൻ പറഞ്ഞു, അപ്പൊ കഴിഞ്ഞ ജന്മത്തില് മൂവാറ്റുപുഴ, കഴിഞ്ഞ ജന്മത്തില് ബിന്ദു അമ്മ അറിഞ്ഞോ അറിയാതെയോ മേ ബി ഭഗവാന്റെ പ്രസാദത്തെ നിന്ദിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ജന്മം ആ പ്രസാദത്തിന്റെ മഹത്വം അറിയാനാണ് ഗുരുവായൂരപ്പൻ ബിന്ദു അമ്മയെ ആ നടക്കിൽ തന്നെ അത്രയും വർഷം ഇട്ടത്. അവിടെ വെച്ച് ബിന്ദു അമ്മ അതൊക്കെ മനസ്സിലാക്കി ഹൃദയം കൊണ്ട് ഗുരുവായൂരപ്പാന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ ആ ഒരു പാപമൊക്കെ പോയി, അത് കഴിഞ്ഞു. അങ്ങനെയാണ് ബിന്ദു അമ്മയെ നമ്മൾക്ക് കിട്ടുന്നത്. അങ്ങനെയുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, അങ്ങനെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ഒക്കെ ബിന്ദു അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അവർക്കത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. അറിയാമോ? അവർക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അങ്ങനെ ഓരോ ജീവാത്മാവിനും ഭഗവാനെ അറിയാനും ഭഗവാനെ മനസ്സിലാക്കാനുള്ള ജന്മം ഭഗവാൻ കൊടുക്കും.
ഒരു പക്ഷേ കഴിഞ്ഞ ജന്മം ഞാൻ ഭഗവാനെ കുറിച്ച് പ്രചരണം ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ പ്രചരണം ചെയ്യണ്ട എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോരോ ജന്മങ്ങളുണ്ട്. അപ്പൊ ഈ ജന്മം നമ്മൾ ആ പ്രചരണം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ചെയ്തേ പറ്റൂ, അതാണ് അതിന്റെ ശരി. നീ ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം. അതിൽ നമ്മൾ ആരും വലിയ സംഭവങ്ങളല്ല, മനസ്സിലായില്ലേ? പ്രചരണം ചെയ്യുന്നു എന്ന് ഓർത്തിട്ട് അമ്പിളിമാതാജി വലിയ സംഭവം, അമ്പിളിമാതാജിക്ക് ഭയങ്കര അറിവും, നത്തിങ്, സീറോ ആണ്. ഇത് ഭഗവാൻ തന്നിരിക്കുന്ന ഒരു ദൗത്യം, അദ്ദേഹത്തിന്റെ കൃപാ കടാക്ഷം കൊണ്ട് അദ്ദേഹം തന്നിരിക്കുന്ന ഒരു ദൗത്യം. ആ ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ബാലൻസ് വെച്ചത്. ഇനി നമ്മൾ മരിക്കാൻ നേരം എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാലൻസ് വെച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഈ ജന്മം ആ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ ജനിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഭഗവാനെ മുറുകെ പിടിച്ച് ഒരു ഈശ്വരന്മാരെയും നമ്മൾ നിന്ദിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് വന്ദിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. സന്തോഷമായാലും സങ്കടമായാലും ഒറ്റപ്പെടലായാലും എല്ലാം നമ്മൾ ഉൾക്കൊള്ളണം ഈ ജീവിതത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മരുമക്കൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇത് നമ്മൾ ആരോടോ പറഞ്ഞു പോയ കാര്യമാണ്, അത് നമ്മൾ കേൾക്കേണ്ടി വന്നു ഈ ജന്മം. അതിൽ നമ്മുടെ കർമ്മദുരിതം തീരാണ്. പക്ഷെ ആ പറയുന്ന മരുമക്കൾക്ക് ഇതിന്റെ ഇരട്ടി കണ്ട് ജന്മങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി നമ്മുടെ സുഹൃത്തുക്കളോ ആരായാലും, നമ്മുടെ ഭർത്താക്കന്മാരായാലോ ആരായാലും നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മുടെ കർമ്മദുരിതം തീരാണ്. പക്ഷെ വേദനിപ്പിക്കുന്ന വ്യക്തി ഇരട്ടി കണ്ട് ജന്മങ്ങൾ എടുക്കാൻ കാത്തിരിക്കുകയാണ്, അനുഭവിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് എന്താ പറയാ, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. കാരണം എന്താ അറിയോ? വിഷമങ്ങളിലാണ് കൃഷ്ണൻ വരിക, സന്തോഷങ്ങളിൽ കൃഷ്ണൻ വരൂല. വിഷമതകളിലാണ് കൃഷ്ണൻ വരുന്നത്, അപമാനങ്ങളിലാണ് കൃഷ്ണൻ വരുന്നത്. 1000 പേര് കിടന്നിട്ട് സന്തോഷിക്കുന്ന സമയത്ത് കൃഷ്ണൻ തഥാസ്തു എന്നും പറഞ്ഞ ആള് വേറെ ലോകത്തേക്കാണ്. ആളുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ ആള് വേറെ ലോകത്തിലേക്കാണ്. പക്ഷേ ഒരു ഭക്തൻ കരഞ്ഞാൽ ആ ഭക്തനെ കോടിക്കണക്കിന് ഭക്തന്മാർക്കിടയിലും വ്യക്തികൾക്കിടയിലും നിന്ന് അദ്ദേഹം നോക്കും. ഹൃദയം കൊണ്ട് കൃഷ്ണ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഭഗവാനെ എന്നൊരു വിളി വിളിച്ചാൽ ആ ഭക്തന്റെ വിളി എല്ലാ ലോകങ്ങളും കടന്ന് ഗുരുവായൂരപ്പന്റെ കാതിലെത്തും. അതുകൊണ്ട് നമുക്ക് വിഷമങ്ങൾ നമുക്ക് പ്രതിസന്ധികൾ കാരണം എന്താ അറിയോ? ആ വിഷമങ്ങളിലും പ്രതിസന്ധികളിലും രോധനങ്ങളിലും ഒറ്റപ്പെടലുകളിലുമാണ് കൃഷ്ണനുള്ളത്. മനസ്സിലായില്ലേ? അതിലാണ് കൃഷ്ണനുള്ളത്. അങ്ങനെ കൃഷ്ണൻ വന്ന് നമ്മളെ ചേർത്ത് പിടിച്ചാൽ കിട്ടുന്ന ആ ഒരു തണുത്ത സ്പർശനം ഉണ്ടല്ലോ, ഭയങ്കര സ്പർശനമാണ്. കണ്ണുകൾ അടച്ച് ബെഡിൽ ഇരുന്നിട്ട് കൃഷ്ണ 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 എന്നൊന്ന് വിളിച്ചു നോക്ക്, ഹൃദയം കൊണ്ട് വിളിച്ചു നോക്ക്. അയ്യോ, കൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റും. ഹൃദയം കൊണ്ട് വിളിച്ചു നോക്കാം നാമം, കൃഷ്ണനെ കാണാൻ പറ്റും. നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. ആ സുഖം ഒന്ന് വേറെയാണ്. ആ കൃഷ്ണന് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ, പ്രതാപ് പ്രഭു മൊബൈലിൽ സൗണ്ട് കൂട്ടിക്കേ, ഇനി എനിക്ക് സൗണ്ട് ഇല്ല. അപ്പോൾ ആ കൃഷ്ണന്റെ ഒരു ഫീലിങ്സ് നമ്മുടെ കൂടെ കിട്ടുമ്പോൾ അത് കിട്ടാത്തവരാണ് ഈ അഹങ്കാരികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവരോട് നമുക്ക് സഹതാപമല്ലേ തോന്നേണ്ടത്, അല്ലേ? റോട്ടി കിടക്കുന്ന ഒരു ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരു ഭ്രാന്തനോട് നമുക്ക് എന്താ തോന്നുക? സഹതാപമല്ലേ തോന്നുക? അപ്പൊ അതേ സഹതാപം നമ്മളെ വേദനിപ്പിക്കുന്നവരോടും നമുക്ക് തോന്നണം. പ്രതികാരം തോന്നരുത്. അവരെ വേദനിപ്പിക്കണം എന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തണം, അവരെ സഹായിക്കരുത്, അങ്ങനെയുള്ള എന്താ പറയാ, അങ്ങനെയുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവരുത് കേട്ടാ, ഒരിക്കലും ഉണ്ടാവരുത്. ഉറപ്പായിട്ടും ചെയ്യാമേ. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ക്ഷമിക്കാൻ പഠിക്കണം. ആ ക്ഷമയിലൂടെയാണ് നമ്മൾ കൃഷ്ണനോട് അടുക്കുന്നത്. നമുക്ക് വേണ്ടത് കൃഷ്ണനാണ്. അതായത് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും പാത സുഖമുള്ളതല്ല.
കല്ലും മുള്ളും കാലിനുമെത്ത. മോക്ഷത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശബരിമല കയറുമ്പോൾ പറയുന്നതാണ്, കല്ലും മുള്ളും കാലിനും മെത്തയായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പൊ ആ കാലിന് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മൾ ഈശ്വരനെ തേടുന്നത്. അല്ലാതെ സുഖമായ വഴികളിലൂടെ ഈശ്വരനെ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ നന്ദിയുള്ള ആൾക്കാരായിരിക്കണം. കാരണം എന്താ അറിയോ, ആ വേദനിപ്പിക്കുന്നവരാണ് നമ്മളെ കൃഷ്ണനിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് വേദനിപ്പിക്കുമ്പോൾ നമ്മളെ ഹൃദയം ഇങ്ങനെ വേദനിക്കും. കൃഷ്ണ, ഞാനിതൊക്കെ സഹിക്കണ്ടേ? കൃഷ്ണ, ഞാനിതൊക്കെ കേൾക്കുന്നില്ലേ? ഭഗവാനെ, കൃഷ്ണ, നാരായണ. ഓരോ നിമിഷവും ഭഗവാനെ വിളിക്കാനുള്ള സാഹചര്യം അവർ നമുക്ക് തരികയാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് ഇപ്പൊ പോയാൽ, നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും വിഷമിപ്പിച്ചാൽ, അത് ഭഗവാൻ നമുക്ക് മറ്റെന്തോ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ തരുന്നത്. ഒരിക്കലും എനിക്ക് എൻ്റെ പഴയ സ്ഥലത്ത് നിന്ന് വന്നില്ലായിരുന്നു എങ്കിൽ ഇത്രത്തോളം ഇതൊക്കെ പഠിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ ഇത്രത്തോളം പറഞ്ഞു തരാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ അതൊക്കെ ചിന്തിക്കണം. പഴയ സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പോവും. ഞാൻ എന്നിലുള്ള കൃഷ്ണപ്രേമം തിരിച്ചറിയാതെ പോയി പോവും. ഭഗവാനെ അറിയാനുള്ള എൻ്റെ ആഗ്രഹത്തെ ഞാൻ മനസ്സിലാക്കാതെ പോയി പോവും. അപ്പൊ അങ്ങനെ നമ്മൾ വന്ന വഴികളിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയവരോടും വേദനിപ്പിച്ചവരോടും സങ്കടപ്പെടുത്തിയവരോടൊക്കെ നമ്മൾക്കൊരു കൂറുണ്ടാവണം. അവർ കാരണമാണ് നമ്മൾ ഇന്നിങ്ങനെ എത്തിയത്. ഓക്കെ, പക്ഷേ ഇന്ന് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ഭഗവാന്റെ സപ്പോർട്ടാണ്. നമ്മളെ വേദനിപ്പിച്ചവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഒരിക്കലും നമ്മൾക്ക് ഇതുപോലൊന്നും പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ വേദനിപ്പിച്ചവരെക്കാൾ ശക്തനാണ് ആര്? ഗുരുവായൂരപ്പൻ. അപ്പൊ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്ത്? നമ്മുടെ കൈ അങ്ങോട്ട് പിടിച്ച്, നീ പറ, എന്റെ കാര്യങ്ങളല്ലേ നീ പറയുന്നത്, നീ പറയ്, ഞാൻ പറയിപ്പിക്കാം. അതാണ് കൃഷ്ണൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ അറിവുകളാണ് എന്ന അഹങ്കാരം എന്ന് എനിക്കുള്ളിൽ വരുന്നോ അന്ന് കൃഷ്ണൻ മുറുകെ പിടിച്ച് ആ കൈകളങ്ങ് വിടും. അന്ന് കൃഷ്ണൻ മുറുകെ പിടിച്ച എൻ്റെ കൈകൾ അങ്ങ് വിടും. കാരണം എന്താ? അഹംഭാവം. അത് നമുക്ക് ഉണ്ടാവരുത്. ഇതൊന്നും നമ്മുടെ കഴിവല്ല, കൃഷ്ണൻ മുറുകെ പിടിച്ചതാണ്. നീ ഒറ്റപ്പെട്ടിട്ടില്ല, നിന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ നീ പറയും, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇതാണ് കൃഷ്ണൻ ചെയ്തത്. അപ്പൊ ഇതൊന്നും എൻ്റെ കഴിവല്ല, ഗുരുവായൂരപ്പന്റെ കഴിവ്. അദ്ദേഹം ഈ സമയത്ത് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? കിച്ചൂട്ടന്റെ പാദങ്ങളിൽ നമസ്കരിക്കുക. നമ്മളെ കിച്ചൂട്ടനാണ് നമുക്കിതെല്ലാം ഉള്ള അനുഗ്രഹവും അവസരവും തന്നിരിക്കുന്നത്, നമ്മളല്ല. നമുക്കതിനുള്ള ഒരു അനുഗ്രഹവും ഇല്ല, ഒരു കഴിവും ഇല്ല. ഓക്കെ, ക്ലിയർ? ഹരേ കൃഷ്ണ. ഈ 237 240 പേരും ദയവായി നമ്മുടെ കിച്ചൂട്ടന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ ലിങ്ക് ലൈവ് എന്ത് ചെയ്യുക? അവനവൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ഷെയർ ചെയ്യുക. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടാവും. നമ്മൾ സംസാരിക്കുന്നത് ഗുരുവായൂരപ്പനെ കുറിച്ചാണ്, പ്രചരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരപ്പനെ കുറിച്ചാണ്. ലോകമെമ്പാടും അദ്ദേഹത്തെ അറിയാത്ത ഒരുപാട് ജീവാത്മാക്കൾ, അവരെല്ലാവരും ഭഗവാനെ അറിഞ്ഞ് ശാന്തിയും സമാധാനവും അവർക്ക് ലഭിക്കട്ടെ. കല്ലും മുള്ളും വേദനയും നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ഭഗവാനെ അറിയാത്തവർ ആത്മഹത്യ ചെയ്യാൻ തുനിയുമ്പോൾ ഭഗവാനെ അറിയാനുള്ള ഒരു അവസരമായി നമ്മുടെ ഓരോ ലൈവും മാറട്ടെ. അതിന് നിങ്ങളെല്ലാവരും സഹായിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഗുഡ്. ഷെയർ ചെയ്തവരെല്ലാം കിച്ചൂട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണൻ ഹസ്തിനപുരത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്കും പോകാം, എല്ലാവരും റെഡി ആയിക്കോളൂ ഹസ്തിനപുരത്തിലേക്ക് പോകാൻ. ഓക്കെ. രാജി മാതാജി, ഹസ്തിനപുരത്തിലേക്ക് പോകാൻ നമുക്ക് എല്ലാവർക്കും റെഡി ആവാം. അടുത്ത ദിവസം രാവിലെ കൃഷ്ണൻ എഴുന്നേറ്റ് എന്താ പറയുന്നത്? ഒന്ന് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നേരെ നഗരത്തിലേക്ക് അങ്ങ് പുറപ്പെട്ടു. വൃഗസ്ഥലവാസികൾ, ഓക്കെ, അങ്ങനെ ഒരു ഗ്രാമമുണ്ട്, വൃഗസ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമമുണ്ട്. അവിടുത്തെ ആൾക്കാരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ പോവാണ്. ദുര്യോധനനൊഴികെയുള്ള ധൃതരാഷ്ട്രരുടെ മക്കളൊക്കെ, ഭീഷ്മരുടെ, ദ്രോണാദികള്, അങ്ങനെയുള്ള ഗുരുജനങ്ങൾ എല്ലാവരും വന്നിട്ട് കൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. സ്ത്രീ വൃദ്ധ ബാലന്മാരടക്കമുള്ള പൗരന്മാർ, അതായത് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും
എല്ലാവരും കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്, കൃഷ്ണന്റെ ആ ഒരു തേജസാർന്ന വരവെന്ന് പറയുന്നത് കോടാനുകോടി സൂര്യഗോളങ്ങൾക്ക് തുല്യമാണ് ആ പ്രഭ. കൃഷ്ണൻ അങ്ങ് തലയിൽ ആ മയിൽപ്പീലിയൊക്കെ അങ്ങനെ പാറിക്കളിച്ച് ഒരു വശ്യമായ പുഞ്ചിരിയോടുകൂടി അങ്ങനെ ആ തേരിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ പറയാൻ പറ്റാത്തൊരു സൗരഭ്യമാണ്, പറയാൻ പറ്റാത്തൊരു വശ്യതയാണ് നമ്മൾക്ക് അല്ലേ. ഒരു ഭയങ്കരമായ കണ്ണുകളും ആ പാൽ പുഞ്ചിരിയും ആ ഒരു നോട്ടവും ആ ഒരു എന്താ പറയുക, കാറ്റ് മതി കൃഷ്ണന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒരു പാർന്ന ഒരു ചെറിയൊരു മന്ദമാരുതൻ മതി നമ്മുടെ ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ രക്ഷപ്പെടാൻ. അപ്പൊ അന്ന് അവിടെ നിന്ന വ്യക്തികളുടെ അനുഗ്രഹം നോക്കിക്കേ. അവരൊക്കെ ഇങ്ങനെ ഒന്ന് കൃഷ്ണനെ ഒന്ന് ആ തേരിൽ ഇങ്ങനെ ടക് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൃഷ്ണൻ വരുമ്പോ അദ്ദേഹം അങ്ങ് ഇങ്ങനെ രാജകീയ പ്രൗഢിയോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോ അദ്ദേഹത്തെ ഒന്ന് കാണാൻ രണ്ട് വഴികളിലും ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ്. ചെറിയ കുട്ടികളുണ്ട്, വലിയവരുണ്ട്, സ്ത്രീകളുണ്ട്, വൃദ്ധജനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ജനനിബിഡമായ വീതികളിൽ കൂടി ഇത്രയും ജനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന വഴിയുടെ നടുക്കുകൂടി അതിവേഗം കൃഷ്ണൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പോകുന്നത് വലിയൊരു കാര്യത്തിനാണ്. പക്ഷെ കൃഷ്ണന്റെ ചുണ്ടിലെ ചിരി മാറിയിട്ടില്ല കേട്ടോ. ആ ചിരി മാറാതെ കൃഷ്ണൻ ഇങ്ങനെ പോവാണ്. അങ്ങനെ ധൃതരാഷ്ട്രരുടെ വീട്ടിൽ നമ്മുടെ കൃഷ്ണൻ അങ്ങ് എത്തിച്ചേർന്നു. മഹാരാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് വേണ്ടതുപോലെയൊക്കെ അങ്ങ് സ്വീകരിച്ചിട്ട് സ്വർണ സിംഹാസനത്തിൽ അങ്ങ് അദ്ദേഹത്തെ ഇരുത്തി. അവിടെയുള്ള എല്ലാ ജനങ്ങളും എന്താ ചെയ്തത്, ഭഗവാനെ യഥോചിതം വേണ്ട പോലെ അങ്ങനെ ആചാര മര്യാദകളോടുകൂടി ഇരുത്തിയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ധൃതരാഷ്ട്രരുടെ ആ ഒരു രാജകീയമായിട്ടിരിക്കുന്ന സൽക്കാരങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം രാജാവിന്റെ അനുവാദത്തോടുകൂടി ധൃതരാഷ്ട്ര വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ, എല്ലാം സ്വീകരിച്ചതിന് ശേഷം ധൃതരാഷ്ട്രയുടെ അനുവാദത്തോടുകൂടി വിതുരരോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഗൃഹത്തിലേക്ക് വരുന്നു. കാരണം വിതുരർ എന്ന് പറഞ്ഞാൽ ധർമ്മം വിട്ട് കളിക്കാത്ത ഒരാളാണ്. അങ്ങനെ വിതുരരുടെ വീട്ടിലേക്ക് പോയി. വിതുരർ എന്ത് ചെയ്ത് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ വീട്ടിലേക്ക് അങ്ങ് സ്വീകരിച്ചു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയോ, സ്ഥിരമായി ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പില്ലേ, അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മഞ്ജരീസിലേക്ക് എത്തിയിട്ടുണ്ടാവണം. ഇനി പുതിയ പുതിയ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. പുതിയ പുതിയ ഗ്രൂപ്പിൽ നിങ്ങൾ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഒരു 5 ദിവസമായിട്ട് ഷെയർ ചെയ്ത ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യരുത്, പുതിയ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. സനു മാതാജിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ, മഞ്ജരീസിലേക്ക് ഒരു മെസ്സേജ് ഇട്ടോളൂ, ഞാൻ മാതാജിയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ കൊണ്ട് അസിസ്റ്റ് ചെയ്യിപ്പിക്കാം. പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇനിയുള്ള 5 ദിവസം പുതിയ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത 5 ദിവസം വീണ്ടും പഴയ ഗ്രൂപ്പിൽ, അടുത്ത 5 ദിവസം വീണ്ടും പുതിയ ഗ്രൂപ്പുകളിൽ ജോയിൻ ആവുക. അങ്ങനെ ജോയിൻ ചെയ്ത് പോവാം. ഓക്കെ. അങ്ങനെ വിതുരർ എന്ത് ചെയ്ത് അദ്ദേഹത്തെ അങ്ങ് നല്ല രീതിയിലൊക്കെ സ്വീകരിച്ച് ആത്മാർത്ഥമായിരിക്കുന്ന ആ നിറഞ്ഞ ഭക്തി ബഹുമാനങ്ങളോടുകൂടിയുള്ള സൽക്കാരമൊക്കെ സ്വീകരിച്ചിട്ട് നല്ല ബഹുമാനത്തോടുകൂടി വിതുരരോട് കൃഷ്ണൻ പാണ്ഡവരുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് കുന്തി മാതാവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് കുന്തി മാതാവിനെ, അതായത് പാണ്ഡവന്മാരുടെ അമ്മയായിരിക്കുന്ന കുന്തി മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അന്നേരം കുന്തി ദേവി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൃഷ്ണന്റെ വരവ്. കൃഷ്ണൻ എവിടെന്നാ വരുന്നത്? പാണ്ഡവന്മാരുടെ അടുത്തുനിന്ന്. 13 കൊല്ലമായിട്ട് മക്കളെ കാണാതെ നെഞ്ചു തകർന്നിരിക്കുന്ന ആ അമ്മ, മക്കളുടെ അവസ്ഥ എന്താണെന്നറിയാതിരിക്കുന്ന ആ അമ്മ കൃഷ്ണനെ കണ്ടതോടുകൂടി അവരുടെ ഹൃദയത്തിൽ അങ്ങ് പൊട്ടിപ്പൊളഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഉള്ളിൽ അടക്കി വെച്ച 13 വർഷത്തെ വികാരം ചുണ്ടെല്ലാം ഇങ്ങനെ വിറച്ചുകൊണ്ട്, കൈകൾ ഇങ്ങനെ കൂപ്പി കൃഷ്ണന്റെ മുമ്പിൽ കൈകളും വിറച്ചുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീ എന്ത് പറയണം എന്നറിയാതെ ആ പാവം സ്ത്രീ വാക്കുകൾ കിട്ടാതെ ഇങ്ങനെ വേദനിക്കുകയാണ്. എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ 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 എരിപൊരി കൊണ്ടുവന്ന് വേണമെങ്കിൽ പറയാം. അവര് ചോദിച്ച്, കൃഷ്ണ, എൻ്റെ മക്കള്, അവർക്ക് അതേ പറയാൻ പറ്റിയിട്ടുള്ളൂ, എൻ്റെ മക്കൾ എങ്ങനെയുണ്ട് കൃഷ്ണ, എൻ്റെ മക്കള്. ഇതും പറഞ്ഞ് ധാരധാരയായിട്ട് ഒഴുകാണ് ആ പാവത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര്. വഞ്ചനയിൽ പെട്ടിട്ട് കൃഷ്ണ
എൻ്റെ മക്കളുടെ രാജ്യമൊക്കെ പോയി. എൻ്റെ മക്കള് കാട്ടില് എൻ്റെ മക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പോയപ്പോൾ ഞാൻ കഷ്ടപ്പെടണ്ടെന്ന് ഓർത്ത് എൻ്റെ മക്കൾ എന്നെ തിരിച്ചയച്ചു കണ്ണാ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ അങ്ങനെ കരയാണ്. രാജകൊട്ടാരത്തില് സുഖമായി ജീവിക്കേണ്ട എൻ്റെ മക്കള് കല്ലും മുള്ളും നിറഞ്ഞ ക്രൂര മൃഗങ്ങൾ വസിക്കുന്ന കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പിളർന്നു പോണു കൃഷ്ണ. ഒരമ്മയ്ക്കും ഈ വിധി വെക്കരുത് കണ്ണാ, പറ്റുന്നില്ല കൃഷ്ണ എനിക്ക് എന്നും പറഞ്ഞിട്ട് ആ പാവം കിടന്ന് അങ്ങനെ കരയാണ്. അവരെ കാണാതെ ഞാൻ ഈ 13 കൊല്ലവും ജീവിച്ചിരുന്നു. അത്ഭുതമാണ് കൃഷ്ണ. ഞാൻ ഇത്ര നാളും കഴിച്ച ആഹാരത്തിൻ്റെ രുചി എനിക്കറിയില്ല കൃഷ്ണ. ഞാൻ കിടന്നുറങ്ങുമ്പം മഴയും വെയിലും കൊള്ളാതെ കിടന്നപ്പോൾ എൻ്റെ മക്കളുടെ രാത്രികളാണ് എൻ്റെ ഉറക്കം കളഞ്ഞത്. പകൽ സമയങ്ങളിൽ എൻ്റെ മക്കൾ അഭിമുഖീകരിക്കുന്ന വന്യമൃഗങ്ങളുടെ പ്രയാസങ്ങളാണ് കൃഷ്ണ എൻ്റെ പകൽ സമയങ്ങൾ തള്ളി നീക്കിയത്. ദിവസങ്ങളും മാസങ്ങളും പോയത് ഈ അമ്മ അറിഞ്ഞില്ല കൃഷ്ണ. സ്തുതി പാഠകന്മാരുടെ ജയശബ്ദം രാവിലെ എൻ്റെ മക്കളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ള മംഗളവാദധ്വനി കേട്ടുകൊണ്ടാണ് എൻ്റെ മക്കള് ഉണർന്നിരുന്നത്. ആ മക്കൾ ഇന്ന് കുറുക്കൻ്റെയും കുറുനരിയുടെയും സിംഹത്തിൻ്റെയും ഒക്കെ അലർച്ചയും കരച്ചിലും കേട്ടുകൊണ്ടാണ് എൻ്റെ മക്കള് എഴുന്നേൽക്കുന്നത്. ആ ശബ്ദം തന്നെയാണ് കൃഷ്ണ എൻ്റെ ചെവിയിലും അലയടിക്കുന്നത്. ഞാൻ ആരോട് പറയും, ആര് കേൾക്കാൻ കൃഷ്ണ? എൻ്റെ മകൻ യുധിഷ്ഠിരൻ്റെ ശരീരം വളരെ മൃദുലമാണ് കൃഷ്ണ. എൻ്റെ മോൻ്റെ കാലുകൾ താമരപ്പൂ പോലെ മൃദുലമാണ് കൃഷ്ണ. എൻ്റെ മകൻ എങ്ങനെ സഹിച്ചു കാണും കൃഷ്ണ? കാട്ടിലെ കല്ലും മണ്ണും ഒക്കെ എൻ്റെ മോൻ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും? എങ്ങനെയാണ് കൃഷ്ണ ഈ വേദനകൾ എൻ്റെ മകൻ താങ്ങിയത്? ശത്രുക്കളെയൊക്കെ ഭയപ്പെട്ട് അവരെ എല്ലാം ഒഴിവാക്കുന്ന എൻ്റെ മകൻ ഭീമൻ, അർജുനൻ, എല്ലാ ശത്രുക്കൾക്കും എൻ്റെ മക്കളെ പേടിയാ. അവരെങ്ങനെയാ കൃഷ്ണ ഈ ശത്രുക്കളെ ഒക്കെ സഹിച്ചത് ഇത്രയും കാലം? ഈ അപമാനമൊക്കെ എൻ്റെ മക്കൾ എങ്ങനെ സഹിച്ചു കൃഷ്ണ? ഞാനൊരു അമ്മയല്ലേ കണ്ണാ. അമ്മയുടെ വിരഹം അറിയിക്കാതെ ഒരു നിമിഷം പോലും ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല. കൃഷ്ണൻ അറിയോ, 5 മക്കളെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് അവരുടെ ചിരിയും കളിയും ലാളനയും അവർക്ക് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് വാരിക്കൊടുത്ത് വളർത്തി സ്നേഹിച്ച് ആ എൻ്റെ മക്കള് നകുല സഹദേവന്മാര് എത്ര കഷ്ടപ്പെട്ട് കാണും കൃഷ്ണ. എല്ലാത്തിലും ഉപരി എൻ്റെ മകള് തന്നെ ആയ എൻ്റെ പാഞ്ചാലി, ആ കുഞ്ഞിൻ്റെ വേദന ഞാൻ ആരോട് പറയും കൃഷ്ണ? എത്ര അപമാനം, എത്ര പുരുഷന്മാരുടെ അപമാനം എൻ്റെ കുഞ്ഞ് സഹിച്ച്. ഞാനും ഒരു പെണ്ണല്ലേ, എൻ്റെ മകളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചല്ലേ കൃഷ്ണ ഈ രാജ്യസഭയിൽ അവളെ വലിച്ചഴച്ചത്. എൻ്റെ കുഞ്ഞ് ആ തലമുടി വലിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് എന്തോരം സഹിച്ചിട്ടുണ്ടാവും കൃഷ്ണ. രജസ്വലിയായിരിക്കുന്ന അവളെ ഒറ്റ വസ്ത്രം ധരിച്ചിരിക്കുന്ന സമയത്താ കൃഷ്ണ ഇത്രയും ആണുങ്ങളുടെ മുമ്പിലിട്ട് വലിച്ചത്. ഇതൊക്കെ ഞാൻ ആരോട് പറയും കൃഷ്ണ? എങ്ങനെ പറയും കൃഷ്ണ? ഈ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഈ വേദനകൾ എങ്ങനെ പോവും കൃഷ്ണ? ദുശാസനൻ എൻ്റെ മകളുടെ സാരിക്ക് പിടിച്ച് കുത്തഴിച്ചില്ലേ കൃഷ്ണ? എൻ്റെ മകളുടെ കണ്ണുനീര് അതിന്നും എൻ്റെ ചെവിയിലുണ്ട് കൃഷ്ണ. പരിഹാസ വാക്കുകൾ എൻ്റെ കുട്ടി എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും? ചെറിയ പ്രായമല്ലേ എൻ്റെ മോള്. ഏതൊരു സ്ത്രീക്കാണ് കൃഷ്ണ, ഏതൊരു അമ്മയ്ക്കാണ് കൃഷ്ണ ഇത് സഹിക്കാൻ പറ്റുക? അവരെല്ലാം വേണ്ടതിലധികം അനുഭവിച്ചു കണ്ണ.
കൃഷ്ണ, ഇനിയെങ്കിലും എൻ്റെ മക്കൾക്ക് ജീവിക്കാൻ വിഷമമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കി തന്നൂടെ കണ്ണ? ഈ അമ്മയ്ക്ക് വേറൊന്നും വേണ്ട. എൻ്റെ പാവം മക്കള് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് എനിക്കും എൻ്റെ മക്കൾക്കും ഒന്നും വേണ്ട കൃഷ്ണ. ഞാനും എൻ്റെ മക്കളും എവിടെങ്കിലും പോയി ഇരുന്നോളാം. എൻ്റെ മക്കള് സങ്കടം അറിയാതെ 13 വർഷം എൻ്റെ മക്കള് ദുരിതം അനുഭവിച്ചു. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ മക്കളെ അടുത്ത് വേണം. എൻ്റെ പൊന്നു മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. എൻ്റെ മക്കളെ 5 പേരെയും പാഞ്ചാലിയും ചേർത്ത് 6 പേരെയും ഈ മടിയിൽ കിടത്തി എനിക്ക് ഉറക്കണം. എൻ്റെ മക്കള് മഴയും വെയിലും കൊള്ളാതിരിക്കണം. സത്യം പറയാൻ എനിക്കും കരച്ചിൽ വരുന്നു അവരുടെ വിഷമം ആലോചിച്ചിട്ട്. അവർക്ക് ശ്രേയസ് ഉണ്ടാവാൻ കൃഷ്ണൻ അനുഗ്രഹിക്കാൻ പറ്റുമോ എന്നെ, എൻ്റെ മക്കളെ? ഇവിടെ പാണ്ഡവന്മാരുടെ ശത്രുക്കളാ എനിക്ക് ചുറ്റിലും. എൻ്റെ മക്കളുടെ ശത്രുക്കളാണ്. എൻ്റെ മക്കളെ പറയുന്നത് മുഴുവൻ എൻ്റെ മക്കളെ നശിപ്പിക്കണം, എൻ്റെ മക്കളുടെ ശവശരീരങ്ങൾ കാണണം. ഇത് കേട്ട് 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 13 കൊല്ലമായിട്ട് ഞാൻ സഹിക്കുക കൃഷ്ണ. ഒരമ്മയ്ക്കും ഈ ഗതി വരരുത്. വിതുരര് മാത്രമാണ് കൃഷ്ണ ഒരേ ഒരു മഹാത്മാവ്. എൻ്റെ മക്കളെ പറയാത്ത ഒരേ ഒരു വ്യക്തി വിതുരർ മാത്രമാണ്. വിത്തത്താലോ വിധിയാലോ ഒരാള് മഹാത്മാവാവില്ല കൃഷ്ണ. മഹാബുദ്ധിയും മഹാത്മാവുമായ വിതുരന് സത്സ്വഭാവമേ ഉള്ളൂ. അതാണ് അലങ്കാരം. ലോകത്തില് എല്ലാത്തിലും ഉപരിയായി നിൽക്കുന്നത് ഒരു വ്യക്തിയുടെ നല്ല ശീലങ്ങളല്ലേ കൃഷ്ണ? 13 കൊല്ലം ഞാൻ എൻ്റെ മക്കളുടെ ശവം 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 എന്ന വാക്ക് കേട്ടാണ് കൃഷ്ണ ഞാനിവിടെ ജീവിച്ചത്. ഇനി വയ്യ കണ്ണ എനിക്ക്. ഇതും പറഞ്ഞ് നമ്മുടെ കുന്തി മാതാവ് സങ്കടം സഹിക്കാതെ ഹൃദയം പൊട്ടിക്കരഞ്ഞ് കൃഷ്ണന്റെ പാദങ്ങൾ അങ്ങ് പിടിച്ചു. എനിക്കും ഭയങ്കര സങ്കടമാണ് ഇത് വായിക്കുമ്പോൾ. ആ മാതാവിനെ നമ്മൾ ആരും അറിഞ്ഞില്ല. ഇത്രയും ശത്രുക്കളുടെ മുമ്പില് തല കുനിച്ചിരുന്ന് സ്വന്തം മക്കളുടെ ശവം കാണാൻ സമയമെടുത്തു സമയമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ കേട്ടിരുന്ന ആ മാതാവിൻ്റെ ഹൃദയം ആർക്ക് സഹിക്കാൻ പറ്റും? നമ്മുടെ മക്കളെയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ 1 സെക്കൻഡ് നമുക്ക് കേട്ടിരിക്കാൻ പറ്റുമോ നമ്മുടെ മക്കളുടെ ശവം എന്ന് പറയുമ്പോൾ? ഈ 6 മക്കളെയും 16 കൊല്ലം ആ പാവം സഹിച്ചു. 1ഉം 2ഉം കൊല്ലമല്ല, 13 കൊല്ലം ആ പാവം സഹിച്ചു. അവസാനം മനസ്സിലെ ഭാരം ഇറക്കി വെക്കുകയാണ് കൃഷ്ണന്റെ മുമ്പിൽ. കൃഷ്ണൻ ഇതെല്ലാം കേട്ട് ആ അമ്മയെ ഇമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. കൃഷ്ണന്റെ കണ്ണിന്റെ ഇമ വെട്ടാതെ ആ മഹാത്മാവിനെ നോക്കി നിൽക്കുകയാണ്, മറുപടി പറയാനാവാതെ. വൃത്തേന ഹി ഭവത്യാര്യോ ന ധനനേന വിദ്യയാ തസ്യ കൃഷ്ണ മഹാബുദ്ധേർഗംഭീരസ്യ മഹാത്മനേ ക്ഷത്തുശീലമലങ്കാരോ ലോകാൻ വിഭിഷ്ടഭ്യതിഷ്ഠതി. അങ്ങയുടെ സഹവാസം വിതുരന് ഏറെ ഗുണങ്ങൾ ചെയ്യും. ഇങ്ങനെ പലതും പറഞ്ഞ് കണ്ണുനീരൊഴുക്കി കുന്തി മാതാവ് കൃഷ്ണന്റെ മുമ്പിൽ അങ്ങ് ഇരുന്നു. തറയിൽ ഇരുന്നു കൊണ്ട് ആ അമ്മയുടെ കണ്ണുനീരുകള് കൃഷ്ണന്റെ ആ പാദത്തിൽ, ആ ഷൂസുകൾ ഇങ്ങനെ മുൻഭാഗം വളഞ്ഞിരിക്കുന്ന അതുപോലെയുള്ള ചെരുപ്പിട്ട കൃഷ്ണന്റെ പാദങ്ങളിൽ അങ്ങനെ വീണു. നിറയെ കണ്ണുനീര് വീണു. കൃഷ്ണൻ ഇങ്ങനെ നിൽക്കുകയാണ്.
അവസാനം കൃഷ്ണൻ എന്ത് ചെയ്തെന്നറിയാമോ? 2 കൈകൾ കൊണ്ടും അമ്മയെ താങ്ങിയെടുത്തപ്പോൾ കൃഷ്ണന്റെ കൈകളിൽ ആ അമ്മ ഇങ്ങനെ തളർന്നു പോയി. ആ അമ്മയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കൃഷ്ണൻ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മായി, ഒട്ടും വേദനിക്കരുത്. പാണ്ഡവന്മാരെല്ലാം സുഖമായിരിക്കുന്നുണ്ട്. അവർ നല്ല ശക്തിവാന്മാരും ഉത്സാഹികളുമാണ്. അല്പം കൊണ്ട് സന്തോഷിക്കുന്നവരല്ല പാണ്ഡവന്മാർ. ധീരന്മാർ അവസാനമേ സുഖമനുഭവിക്കുകയുള്ളൂ. മധ്യത്തിൽ സുഖമനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രാമ്യ സുഖപ്രിയരാണ്. അവർക്ക് പൂർണ്ണമായ സുഖം കിട്ടുകയില്ല അമ്മായി. ഭവതിയുടെ മക്കൾ ധീരന്മാരാണ്. അമാനുഷ സുഖങ്ങൾ മാത്രമേ അവസാനം വരെ നിലനിൽക്കുകയുള്ളൂ. ആ അമാനുഷിക സുഖമാണ് ആ മക്കൾക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിഴലായി ഞാൻ എന്നും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മായി മക്കളെ കുറിച്ച് ഓർത്ത് ഒട്ടും വേദനിക്കരുത്. നതു സ്വൽപേന തൃഷേയുർ മഹാത്സാഹോ മഹാബലേ അന്ധം ധീരാനി സേവന്തേ മധ്യം ഗ്രാമ്യ സുഖപ്രിയ ഗുണാം വാശ്ചാ പരിക്ലേശാൻ ഭോഗാംശാതീവ മാനുഷാൻ അന്ധേഷൂരേമിരേ ധീര നഥേ മധ്യേഷൂരേമിരേ. കാപ്പി കുറച്ച് കാപ്പിയിട്ട് കൃഷ്ണൻ കുന്തിദേവിയെ ആശ്വസിപ്പിച്ച ശേഷം നേരെ ദുര്യോധനന്റെ കൊട്ടാരത്തിലേക്ക് പോയി. പോകുന്ന സമയത്ത് കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് ഓരോ തുള്ളി കണ്ണുനീര് താഴെ വീണു. ആ മാതൃഹൃദയം ആലോചിച്ചിട്ട്. കാരണം ഒരമ്മയുടെയും ഒരു പെങ്ങളുടെയും ഒരു ഭാര്യയുടെയും ഒരു മകളുടെയും ഒരു കാമുകിയുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് കൃഷ്ണൻ സഹിക്കില്ല. ഐശ്വര്യപൂർണമായിരിക്കുന്ന ദേവസഭ പോലെ ശോഭിക്കുന്ന സഭാഗൃഹത്തില് ദുര്യോധനൻ ഒരുപാട് രാജാക്കന്മാരുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദുശ്വാസനനും കർണനും ശകുനിയും ഒക്കെ ദുര്യോധനന് തൊട്ടടുത്തുണ്ട്. കൃഷ്ണൻ അങ്ങ് കേറി ചെന്നു. കൃഷ്ണൻ വന്ന ഉടനെ ദുര്യോധനനും സദസ്യരൊക്കെ എഴുന്നേറ്റ് അദ്ദേഹത്തെ അങ്ങ് സ്വീകരിച്ചു. നല്ല സ്നേഹ ബഹുമാനത്തോടുകൂടി വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ദുര്യോധനൻ പറഞ്ഞു, വാസുദേവ വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ദുര്യോധന, നിന്റെ ഭക്ഷണം കഴിക്കാനല്ല ഞാൻ വന്നത്. ദുര്യോധനൻ ചോദിച്ചു, കൃഷ്ണ, അങ്ങ് 2 കൂട്ടരെയും സഹായിക്കുന്നവനല്ലേ? മാത്രമല്ല ധൃതരാഷ്ട്രരുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയും അദ്ദേഹത്തിന്റെ ബന്ധുവല്ലേ അങ്ങ്? എന്നിട്ടും എന്താ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ പ്രസാദങ്ങളും വസ്ത്രങ്ങളും ഉപഹാരങ്ങളും ഒന്നും അങ്ങ് സ്വീകരിക്കാത്തത്? എന്താ കാര്യം? ദുര്യോധനന്റെ ചോദ്യം കേട്ടപ്പം കൃഷ്ണൻ ഇങ്ങനെ പെരുവരലിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് വരുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ പറഞ്ഞു, കൃതാർത്ഥ ഭുഞ്ചതേ ഭൂതാ പൂജാം ഗൃഹണതി ചൈവജ കൃതാർത്ഥം മാ സഹാമാത്യ സമർച്ചീഷസ്യ ഭാരത. എന്ന് വെച്ചാൽ നന്ദിയുള്ള ദൂതന്മാർ ഭക്ഷണം സ്വീകരിക്കുകയും പൂജ കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഹേ ഭാരത, കൃതാർത്ഥനാക്കിയ ശേഷം എന്നെ അമാത്യന്മാരോടുകൂടി പൂജിക്കുക. ഇത് കേട്ടപ്പോ ദുര്യോധനൻ പറയാണ്, ഭവാൻ ഇങ്ങനെ പറയുന്നത് ഉചിതമല്ല. അങ്ങ് കൃതാർത്ഥനോ അകൃതാർത്ഥനോ അതെനിക്കറിയില്ല. നന്ദിയുള്ളവനോ നന്ദി ഇല്ലാത്തവനോ എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾക്ക് അങ്ങയോട് ഒരു ദേഷ്യവും ഇല്ല, യുദ്ധവുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സൽക്കാരം അങ്ങ് സ്വീകരിക്കൂ. എന്തിനാ അങ്ങ് മടിക്കുന്നത്? ഇത് കേട്ടപ്പോ കൃഷ്ണൻ പറഞ്ഞു,
നാഹം കാമാന സംരാംഭാന ദ്വേഷാനാർത്ഥകാരണാത് ന ഹേതുവാധാ ലോഭാത് വാ ധർമ്മം ജഹ്യം കദഞ്ചന സംപ്രീതി ഭോജ്യാനാന്യാനി ആപത് ഭോജാനിനാവുമ ന ച സംപ്രിയേചേ രാജന്ന ചൈവാപത് ഖയാവയം. കാമം, ദ്വേഷം, സംരംഭം, അർത്ഥം, ലോഭം, ഇതുകൊണ്ടൊന്നും ദുര്യോധന ഞാൻ ധർമ്മം ഉപേക്ഷിക്കില്ല. നീ നൽകുന്ന ധനധാന്യ സമൃദ്ധികൾ എന്റെ മനസ്സിനെ മാറ്റില്ല ദുര്യോധന. ഒരു പണത്തിന്റെ മുന്നിലും, ഒരു സുഖത്തിന്റെ മുന്നിലും, ഒരു യശസ്സിന്റെ മുന്നിലും, ഒരു സന്തോഷത്തിന്റെ മുന്നിലും, ഒരു സുഖത്തിന്റെ മുന്നിലും വാസുദേവൻ തലകുനിക്കില്ല. ഇഷ്ടത്തോടുകൂടി തരുന്ന ഭക്ഷണം ഞാൻ കഴിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ആപത്തിൽപ്പെട്ടാലും ഞാൻ ഭക്ഷണം കഴിക്കും. താങ്കൾക്ക് സ്നേഹമെന്ന് പറയുന്നത്, ധർമ്മമെന്ന് പറയുന്നത് ഹൃദയത്തിലില്ല. ഞാൻ ആപത്തിൽ പെട്ടിട്ടുമില്ല. മാത്രമല്ല, ജനിച്ചത് മുതൽ സൽസ്വഭാവികളും ധർമ്മിഷ്ഠരുമായിരിക്കുന്ന പാണ്ഡവരെ വേദനിപ്പിച്ചവരാണ് നിങ്ങൾ. അവരെ ദ്വേഷിക്കുന്നവരാരായാലും ശരി, ധർമ്മത്തെ ദ്വേഷിക്കുന്നവരാണ്. ആ അധർമ്മികൾ എനിക്കും അധർമ്മികളാണ് ദുര്യോധന. കാമക്രോധത്തിനടിമപ്പെട്ട് മോഹം നിമിത്തം ഗുണവാന്മാരെ വിഷമിപ്പിക്കുന്നവർ പുരുഷാധമൻ എന്നാണ് പറയുക. അതുകൊണ്ട് സത്യത്തിലും നീതിയിലും ന്യായത്തിലും ധർമ്മത്തിലും ചലിക്കുന്നവൻ ആരായാലും അവനെ വേദനിപ്പിക്കുന്നതാരോ അവരെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല ദുര്യോധന. ശത്രുക്കളുടെ അന്നം ഒരിക്കലും ഭക്ഷിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവർ ധർമ്മത്തെ കൈവിടാത്തവരാണ്. ആ ധർമ്മത്തെ കൈവിടാത്തവരെ വേദനിപ്പിക്കുന്നവർ എനിക്ക് ശത്രു തുല്യരാണ് ദുര്യോധന. ദ്വിഷദ്ധന്നം നഭോതക്ത്യവ്യം ദുഷ്വന്ധം നൈവ ഭോജയേത് പാണ്ഡവാൻ ദിശസ്സേ രാജൻ മമ പ്രാണാഹി പാണ്ഡവാ. ശത്രുക്കൾ തരുന്ന ഭക്ഷണം കഴിക്കരുത്. ശത്രുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യരുത്. രാജാവെ, താങ്കൾ പാണ്ഡവന്മാരെ വേദനിപ്പിച്ചവനാണ്. ഏത് ധർമ്മത്തിൽ നിലകൊള്ളുന്നവനെ വേദനിപ്പിച്ചവരും എനിക്ക് ശത്രു തന്നെയാണ്. എനിക്ക് ധർമ്മത്തിൽ നിലകൊള്ളുന്നവർ പ്രാണന് തുല്യമാണ്. ദുഷ്ടന്മാരാൽ സജ്ജമാക്കിയുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിക്കുകയില്ല ദുര്യോധന. വിതുരർ നൽകുന്ന അന്നം ഞാൻ കഴിക്കും. കാരണം വിതുരർ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ഇതാണ് എൻ്റെ നിശ്ചയം. ഇത്രയും പറഞ്ഞിട്ട് കൃഷ്ണൻ അങ്ങോട്ട് എഴുന്നേറ്റു. രണ്ട് കൈയും ഇങ്ങനെ വെച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് കൃഷ്ണൻ ഇതെല്ലാം പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് കൃഷ്ണൻ എഴുന്നേറ്റു. വിതുരർ, നാം നിങ്ങളുടെ ഗൃഹത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നും പറഞ്ഞ് വിതുരരുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. ഭീഷ്മരും കൗരവന്മാരും കൃപരും എല്ലാവരും കൃഷ്ണന്റെ പിന്നാലെ പോയി യാചിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നല്ലതേ വരൂ. ഭക്ഷണം കഴിച്ചില്ല, സ്വീകരിച്ചില്ല കൃഷ്ണൻ. ആലോചിക്ക്, വേണ്ടാന്ന് പറഞ്ഞു ഭക്ഷണം. വിതുരർ എന്ത് ചെയ്തു? കൃഷ്ണനെ സ്നേഹത്തോടെ അങ്ങ് സ്വീകരിച്ചു. സ്വീകരിച്ചിട്ട് ഒരുപാട് നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ട് കൃഷ്ണനെ അങ്ങ് സൽക്കരിച്ചു. കൃഷ്ണൻ അങ്ങ് എന്ത് ചെയ്തു? നല്ല സംതൃപ്തിയോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൃഷ്ണൻ അങ്ങനെ വിശ്രമിക്കുകയാണ്. കുറച്ചു നേരം വിശ്രമിക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത് കൃഷ്ണന്റെ അടുത്തേക്ക് അങ്ങ് വിതുരര് പോയി. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഇപ്പൊ വന്നിരിക്കുന്ന കാര്യം അത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങയെ വേദനിപ്പിക്കാനോ അങ്ങയെ ധിക്കരിച്ചിട്ടോ പറയുന്നതല്ല.
അങ്ങ് വന്നിരിക്കുന്ന ഉദ്യമം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സത്യത്തിലും ധർമ്മത്തിലും താല്പര്യമില്ലാത്ത മന്ദബുദ്ധിയും വാശിക്കാരനുമാണ് ഈ ദുര്യോധനൻ എന്ന് പറയുന്നത്. വൃദ്ധന്മാരുടെയും വിവരമുള്ളവരുടെയും വാക്ക് അവൻ അനുസരിക്കില്ല കൃഷ്ണ. കുടില ചിന്താഗതിയാണ് ഈ ദുര്യോധനൻ്റെത്. അജിതേന്ദ്രിയനും സ്വേച്ഛാചാരിയുമായിരിക്കുന്ന ഈ ദുര്യോധനൻ ശ്രേയസ്സിനുള്ള മാർഗം, അവൻ ഉയരാനുള്ള നല്ല വഴി പറഞ്ഞു കൊടുത്താലും അത് കേൾക്കില്ല അവൻ. പാണ്ഡവന്മാരോട് അത്രയും പക വെച്ചുകൊണ്ട് നടക്കുന്ന അവനിൽ അങ്ങ് ഉപദേശങ്ങൾ കൊടുത്താൽ അവൻ സ്വീകരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല കൃഷ്ണ. യത്ര സൂക്തം ദുരുക്തം ച സമം സ്യാൻ മധുസൂദന ന തത്ര പ്രലേപേത് പ്രാജ്ഞോ ബധിരേഷ്വഗായന. അവൻ അനുസരിക്കില്ല കൃഷ്ണ. നല്ല ഉപദേശങ്ങളും ചീത്ത ഉപദേശങ്ങളൊക്കെ ഒരുപോലെ കരുതുന്നവൻ്റെ അടുത്ത് അറിവുള്ളവര് സംസാരിക്കാൻ പോകരുത്. പാണ്ഡവന്മാരെയൊക്കെ ഒറ്റയടിക്ക് ജയിക്കാമെന്നാണ് ഈ വിഡ്ഢി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ ജയിക്കാൻ കർണൻ മതിയെന്നാണ് കർണന്റെ ചിന്താഗതി. ശകുനിയും കർണനും ദുശാസനനും ഒക്കെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ അഹങ്കാരം ഒരിക്കലും തീരില്ല കൃഷ്ണ. ശത്രുക്കളുടെ നടുക്ക് പോയിട്ട് അവർക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങൊന്ന് സൂക്ഷിക്കണേ. അങ്ങയുടെ മഹത്വം അവർക്കൊന്നും അറിയില്ലല്ലോ, പിന്നെന്താ ചെയ്യാ? അപ്പോൾ കാലത്തിനനുസരിച്ചും ഇപ്പം നടക്കുന്ന രീതികൾക്കും അനുസരിച്ചൊക്കെയാണ് വിതുരർ സംസാരിക്കുന്നത് എന്ന് കൃഷ്ണന് മനസ്സിലായി. അപ്പൊ കൃഷ്ണൻ വിതുരരോട് പറഞ്ഞു, വിതുരരെ, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. അവിടുന്ന് പറഞ്ഞതൊക്കെ ഉചിതമായ കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് ധാർത്തരാഷ്ട്രന്മാരുടെ ദുഷ്ടതയും വാശിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ്. അതൊക്കെ തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയൊക്കെയാണ് ഞാനിപ്പോൾ കൗരവന്മാരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വലിയൊരു യുദ്ധമില്ലാതാക്കിയിട്ട് ഭൂമിയെ രക്ഷിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു ധർമ്മമാണെന്ന് എനിക്ക് തോന്നി വിതുരരെ. ധർമ്മമായിരിക്കുന്ന കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയാൽ ആ ശ്രമം പുണ്യമല്ലേ? ധർമ്മകാര്യം യദൻ ശക്യാനോ പ്രാചേത് പ്രാപ്നോതി മാനവാ പ്രാപ്തോ ഭവതി തത് പുണ്യമത്രേമ നാസ്തി സംശയ. ഹേ വിതുരരെ, ഞാൻ ഒരു വ്യാജവും ഒന്നുമില്ലാതെ നല്ല ആത്മാർത്ഥതയോടുകൂടി സമാധാനത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കർണദുര്യോധനാദികൾ ഉണ്ടാക്കിയ ആപത്തിൽ നിന്ന് ശകുനിയും ചേർന്നുണ്ടാക്കിയ ആപത്താണ്. ഇതിൽ നിന്നൊക്കെ ദുര്യോധനാദികളെ രക്ഷിക്കുക, കർണനെയും ശകുനിയെയും ദുര്യോധനനെയും ഒക്കെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ധർമ്മമല്ലേ വിതുരരെ? രണ്ട് കൂട്ടർക്കും സമാധാനമുള്ള വാക്കുകളെ ഞാൻ പറയൂ. എല്ലാവർക്കും യുദ്ധം ആപത്ത് വരുത്തി വെക്കും. അതിൽ നിന്ന് കഴിയുമെങ്കിൽ അവരെ രക്ഷിക്കണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വ്യസനേ ക്ലിശ്യമാനം ഹിയോ മിത്രം നാഭീപത്യതേ അനർത്ഥായ യഥാശക്തി തം നൃശംസം വിദുർബുധാ. ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല വിതുരരെ. മാത്രമല്ല, ദുര്യോധനൻ ഇപ്പൊ എന്നെ സംശയിച്ചേക്കാം, അധിക്ഷേപിച്ചേക്കാം. ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊന്ന് പരിശ്രമിച്ചു നോക്കി എന്നുള്ളൊരു മനസമാധാനം എനിക്ക് കിട്ടുമല്ലോ. ഞാൻ വന്നിരിക്കുന്നത് രണ്ടുപേരുടെയും ബന്ധുവായിട്ടാണ്. അത് കൗരവർക്കും അറിയാം, പാണ്ഡവർക്കും അറിയാം. ബന്ധുക്കൾ തമ്മിൽ ഉണ്ടാവുന്ന സമയത്ത്, പിണക്കമുണ്ടാവുന്ന സമയത്ത് അവരെ ആപത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു രണ്ടു പേർ തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ അവരെ ആ ഒരു വഴക്കിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നടുക്ക് നിന്ന്
രണ്ടു പേർക്കും ഉചിതമായ കാര്യങ്ങൾ സംസാരിക്കുന്നവനല്ലേ വിതുരരെ മിത്രം എന്ന് പറയുന്നത്. രണ്ടുപേരെ തമ്മിൽ വഴക്കുണ്ടാക്കിക്കുന്നതും വിദ്വേഷം രണ്ടുപേർക്കുള്ളിലും നിറയ്ക്കുന്നവരും മിത്രങ്ങളല്ലല്ലോ, അവർ ധർമ്മിഷ്ഠരല്ലല്ലോ. അപ്പോൾ ഞാൻ കൗരവരുടെയും പാണ്ഡവരുടെയും നടുക്ക് നിന്ന് രണ്ടുപേരെയും സമാധാനത്തിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ജ്ഞാതീനാം ഹി മിഥോ ഭേദേ യന്മിത്രം നാഭിപത്യതേ സർവയത്നേന മാധ്യസ്ഥം ന തന്മിത്രം വിദുർഭുവാ. രണ്ടുപേരെയും തമ്മിൽ അടിപിടിപ്പിക്കുന്നവരെ മിത്രം എന്ന ഗണത്തിൽ കൂട്ടാനാവില്ല വിതുരരെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമ ചെയ്യാൻ വന്നിരിക്കുന്നു. ഭാവിയിൽ ഒരു അപവാദമില്ലാതിരിക്കാൻ എൻ്റെ ഈ വരവ് നന്നായിരിക്കും. അത് സഹായിക്കും വിതുരരെ. രണ്ടുപേർക്കിടയിൽ നിന്ന് നന്നായി സംസാരിച്ച് രണ്ടുപേരെയും, പ്രത്യേകിച്ച് സഹോദരങ്ങളായിരിക്കുന്ന അവരെ തമ്മിൽ തല്ലിക്കാൻ നോക്കാതെ ഇടനിലക്കാരനായി സംസാരിക്കാൻ കൃഷ്ണൻ പോലും വന്നില്ല എന്നൊരു സംസാരം ഉണ്ടാവില്ലല്ലോ ഭാവിയിൽ. അവരെല്ലാവരും ചേർന്ന് എന്നെ ഉപദ്രവിക്കുമെന്നൊന്നും വിതുരര് സംശയിക്കേണ്ട. അവരെല്ലാം ഒരു നിമിഷത്തിൽ തന്നെ നശിപ്പിക്കാനുള്ള ശക്തിയും കഴിവും എനിക്കുണ്ട് വിതുരരെ. ഇത്രയും പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞു, വിതുരരെ, ഞാനൊരല്പം ഒന്ന് കിടക്കട്ടെ, അങ്ങ് പോയിട്ട് വരൂ, സമാധാനിക്കൂ എന്നും പറഞ്ഞ് കൃഷ്ണൻ ആ മെത്തയിൽ അങ്ങ് കിടന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പം സൂതന്മാര് വന്നിട്ട് കൃഷ്ണനെ അങ്ങ് സ്തുതിപാഠങ്ങളൊക്കെ പാടിക്കൊണ്ട് എഴുന്നേൽപ്പിച്ചു. അയ്യോ, നമ്മുടെ ലൈവ് 550 ആയിട്ടേ ഉള്ളൂ. 800 മാക്സിമം ഷെയർ ചെയ്യൂ. കൃഷ്ണന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മാക്സിമം ഷെയർ ചെയ്യൂ. രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃഷ്ണൻ അങ്ങ് ചെയ്തു. അങ്ങനെ ദുര്യോധനനും ശകുനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനെ കൗരവ സഭയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവര് പറഞ്ഞു, ധൃതരാഷ്ട്ര മഹാരാജാവ് കൗരവ സഭയിലേക്ക് എഴുന്നള്ളിയിട്ടുണ്ട്. ഭീഷ്മർ, ദ്രോണർ അങ്ങനെയുള്ളവരൊക്കെ അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങേ സഭയിലേക്ക് ക്ഷണിക്കാനാണ് ഞാനും വന്നിട്ടുള്ളത്. അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്തു? രാവിലെ ദാനധർമാദികളെല്ലാം ചെയ്തതിന് ശേഷം ദാരുകൻ കൊണ്ടുവന്ന ആ ഒരു നല്ല മണിമയമായിരിക്കുന്ന രഥത്തിൽ കയറി യാത്ര ചെയ്തു. വിതുരരും ആ രഥത്തിൽ അങ്ങ് കയറി. മറ്റൊരു രഥത്തില് നമ്മുടെ ദുര്യോധനനും ശകുനിയും അങ്ങ് പോയി. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അകമ്പടിയോട് കൂടി യാത്ര ചെയ്തിട്ട് കൃഷ്ണൻ എവിടെ എത്തി? രാജ്യസഭയിലെത്തി. വിതുരന്റെയും സാത്വികിയുടെ ഒക്കെ കൈ പിടിച്ചുകൊണ്ട് ദുര്യോധനൻ എന്ത് ചെയ്തു? ശകുനിമാരെയൊക്കെ ആയിട്ട് കൃഷ്ണൻ അങ്ങ് സഭയിൽ വന്നപ്പോ ധൃതരാഷ്ട്ര മഹാരാജാവും ഭീഷ്മദ്രോണാദികളും ഒക്കെ കൃഷ്ണൻ വരുന്നത് കണ്ടപ്പോൾ അങ്ങ് എഴുന്നേറ്റ് നിന്നു. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോ സഭ നിശബ്ദമായി. കൃഷ്ണനും എല്ലാവരുടെ സ്വീകരണവും സ്വീകരിച്ചിരുന്നു. എല്ലാവരും പീതാംബരധാരിയായിരിക്കുന്ന കൃഷ്ണനെ തന്നെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗി. അങ്ങനെ ഇരിക്കുകയാണ്, നെഞ്ചൊക്കെ വിടർത്തി. നല്ല സാത്വീകത നിറഞ്ഞു തുളുമ്പുന്ന ഭഗവാൻ കൗരവ സഭയിൽ അങ്ങനെ നെളിഞ്ഞിരിക്കുകയാണ്. മയിൽപ്പീലി പോലെ മാൻപേടയുടെ കണ്ണുകള്, വശ്യമായ പുഞ്ചിരി, കോമളമായിരിക്കുന്ന ശരീരം, മഞ്ഞ പീതാംബരമൊക്കെ ധരിച്ചങ്ങനെ ആളിരിക്കുകയാണ്, നിവർന്നിരിക്കുകയാണ്. എല്ലാവരും ശാന്തമായിരുന്നു കൊണ്ട് കൃഷ്ണനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വാസുദേവൻ മനസ്സിലാക്കി. ഇത് ധൃതരാഷ്ട്രം മനസ്സിലാക്കി. അപ്പൊ കുറച്ച് ഗൗരവത്തോടുകൂടി ധൃതരാഷ്ട്രം പറയണം. അല്ല, ധൃതരാഷ്ട്രം നോക്കിയിട്ട് നമ്മുടെ കൃഷ്ണൻ പറയാണ്, മഹാരാജാവേ, ഉണ്ടാവാൻ പോകുന്ന യുദ്ധത്തെ ഒഴിവാക്കി
സമാധാനമുണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ, എങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയാതെ വയ്യ. ഈ വംശത്തിൽ ധാർമ്മികരും മഹാന്മാരുമായിരിക്കുന്ന രാജാക്കന്മാരാണ് ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാം രാജ്യത്തിന് നന്മ ചെയ്തവരുമാണ്. അങ്ങനെയുള്ള മഹത്തായിരിക്കുന്ന രാജവംശത്തിന് ഒരു ദുഷ്കീർത്തി ഉണ്ടാക്കി തീർക്കുന്നത് ശരിയാണോ മഹാരാജാവേ? എല്ലാവരെയും ശാസിച്ച് ധർമ്മം നിലനിർത്തേണ്ടത് മഹാരാജാവായിരിക്കുന്ന അങ്ങല്ലേ? ഇപ്പോൾ അങ്ങയുടെ പുത്രന്മാർ അധർമ്മങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. ധർമ്മത്തെ മാനിക്കാതെ ലോഭികളും ദുഷ്ടന്മാരുമായി തീർന്നിരിക്കുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും അധർമ്മികളും നിർദ്ദയന്മാരുമായിരിക്കുന്ന അവരെ ശാസിച്ച് നേർവഴിക്ക് നടത്തേണ്ടത് അങ്ങയുടെ ധർമ്മമല്ലേ മഹാരാജാവേ? പാണ്ഡവ വിദ്വേഷം കൊണ്ട് അവർ അന്ധന്മാരായി തീർന്നിരിക്കുന്നു. ഇത് തടയാത്ത പക്ഷം വലിയ ആപത്തിനു തന്നെ കാരണമായി തീരും മഹാരാജാവേ. ആപത്ത് വന്നാൽ അത് തടുക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോഴാണെങ്കിൽ അതിനെ തടുക്കുവാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും സാധിക്കും. പുത്രന്മാരെ ധർമ്മത്തിനനുസൃതമായി പ്രവർത്തിക്കുവാൻ നിർബന്ധിക്കുകയേ വേണ്ടൂ. പാണ്ഡവന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാവുകയില്ല. ആ കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു. അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങേക്ക് പ്രവർത്തിക്കും. അങ്ങയെ സഹായിക്കേണ്ടവരും ബലവാന്മാരുമായിരിക്കുന്ന പാണ്ഡവന്മാരോട് ആവശ്യമില്ലാതെ വിദ്വേഷം ഉണ്ടാക്കി തീർത്ത് സ്വയം നശിക്കാൻ ഒരുങ്ങുകയല്ല ചെയ്യേണ്ടത് മഹാരാജാവേ. അവരോട് യോജിച്ച് എല്ലാവരും കൂടി സമാധാനമായിരിക്കുന്ന പക്ഷം ആർക്കും അങ്ങയെ ജയിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. പ്രജകൾക്ക് ക്ഷേമമുണ്ടാകുവാനും രാജ്യം അഭിവൃദ്ധിപ്പെടുവാനുമുള്ള ഏക മാർഗം എന്ന് പറയുന്നത് പാണ്ഡവന്മാരോടുള്ള വിദ്വേഷം ഉപേക്ഷിച്ച് അവരുമായി ചേർന്ന് സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. ഇതാലോചിക്കാതെ മക്കളുടെ വാക്കുകേട്ട് പാണ്ഡവന്മാരുമായി യുദ്ധത്തിനൊരുങ്ങുന്ന പക്ഷം സർവനാശമാണ് മഹാരാജാവേ ഫലം. അധർമ്മിഷ്ഠരായിരിക്കുന്ന ദുര്യോധനാദികളാണ് ഈ യുദ്ധം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ശത്രുക്കളായി ഏറ്റുമുട്ടുന്നത് വരെ നമ്മുടെ ശക്തി വലുതാണെന്നും എളുപ്പത്തിൽ ശത്രുക്കളെ ജയിക്കാമെന്നും നമുക്ക് തോന്നും. എന്നാൽ യുദ്ധക്കളത്തിലെത്തുമ്പോൾ എന്തുണ്ടാവുമെന്ന് നടക്കുന്നത് കണ്ടറിയേണ്ടി വരും മഹാരാജാവേ. രണ്ടു പക്ഷത്തും കനത്ത നാശമുണ്ടാകും. ബുദ്ധിമാന്മാർ യുദ്ധം ഒഴിവാക്കുകയാണ് ചെയ്യുക. യുദ്ധം കൂടാതെ കഴിയില്ല എന്ന നില ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ശത്രുക്കളോടല്ല, നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് സ്വന്തം ബന്ധുക്കളോടാണെന്ന് ഓർക്കുക. പ്രജകളുടെ ക്ഷേമം ആലോചിച്ചിട്ടെങ്കിലും അങ്ങ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കൂ മഹാരാജാവേ. അച്ഛൻ മരിച്ച് നിരാലംബരായി തീർന്ന പാണ്ഡവന്മാരെ ചെറുപ്പം മുതലേ അങ്ങല്ലേ നോക്കി രക്ഷിച്ചു വന്നത്. സ്വന്തം പുത്രന്മാരെ പോലെ വളർത്തിക്കൊണ്ടുവന്ന അവരെ സംരക്ഷിക്കുക എന്നത് ന്യായവും ധർമ്മവുമല്ലേ മഹാരാജാവേ? അങ്ങയുടെ കൽപ്പന പാലിക്കാനാണ് അവർ 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും അനുഷ്ഠിച്ചിരിക്കുന്നത്. വനവാസം കഴിഞ്ഞു വന്നാൽ അവരുടെ രാജ്യവും സമ്പത്തും തിരികെ കൊടുത്തേക്കാമെന്ന് അങ്ങ് പറഞ്ഞത് മറന്നുപോയോ മഹാരാജാവേ? സഭയിൽ വെച്ച് അങ്ങ് ചെയ്ത ആ പ്രതിജ്ഞ പാലിക്കുകയാണ് വേണ്ടത്. തങ്ങളുടെ സമ്പത്തും രാജ്യവും തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് പാണ്ഡവന്മാർ അജ്ഞാതവാസം കഴിഞ്ഞു മടങ്ങി വന്നിരിക്കുന്നത്. പിതൃതുല്യനായിരിക്കുന്ന അങ്ങയോട് അനിഷ്ടം പ്രവർത്തിക്കാനും അവർക്ക് മടിയുണ്ട് മഹാരാജാവേ. പിതൃനിർവിശേഷം അങ്ങയെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന അവരോട് പുത്ര നിർവിശേഷം പെരുമാറുന്നത് ധർമ്മമാണ്. അങ്ങയുടെ ദുര്യോധനാദികളും യുധിഷ്ഠിരാദികളും അങ്ങേക്ക് ഒരുപോലെ ആയിരിക്കണം. 2 കൂട്ടരെയും ശാസിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ട്. ആ നിലയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് സദസ്സിലിരിക്കുന്ന ധർമ്മജ്ഞരായിരിക്കുന്ന രാജാക്കന്മാർ പറയട്ടെ. സത്യവും ധർമ്മവും അനുസരിച്ച് രാജ്യക്ഷേമത്തിന് വേണ്ടി യുദ്ധം ഇല്ലാതാക്കാനുള്ള അവരുടെ ഉപദേശത്തെ അങ്ങ് അനുസരിച്ചാലും മഹാരാജാവേ, പുത്ര സ്നേഹം ഇതിന് തടസ്സമാവരുത്. ധർമ്മപുത്രൻ ഒരിക്കലും ധർമ്മം തെറ്റി നടക്കുകയില്ല. രാജ്യത്തിൽ നിന്നുള്ള നിഷ്കാസനവും സഭയിൽ വെച്ച് ഭാര്യയ്ക്ക് പറ്റിയ അപമാനവും
എല്ലാം അദ്ദേഹം സഹിച്ചത് ധർമ്മത്തിലുള്ള ബുദ്ധി ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് അങ്ങയോടോ അങ്ങയുടെ പുത്രന്മാരോടോ ഒരു വിദ്വേഷവുമില്ല മഹാരാജാവേ. അങ്ങനെ ധാർമ്മികനായിരിക്കുന്ന ഒരുവനെ വഞ്ചിച്ച് രാജ്യം കൈക്കലാക്കാനാണ് അങ്ങയുടെ പുത്രന്മാർ ആഗ്രഹിക്കുന്നത്. അത് തടഞ്ഞാൽ മാത്രമേ അങ്ങേക്കും അങ്ങയുടെ കുലത്തിനും ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ. കൗരവന്മാർക്കും പാണ്ഡവന്മാർക്കും ശ്രേയസ് ഉണ്ടായി കാണണമെന്ന ആഗ്രഹത്തോടെയാണ് നാം ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പാണ്ഡവന്മാർ അങ്ങയെ സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനും തയ്യാറാണ്. അവരെ വരുത്തി ധർമാനുസരണമായി അവരോട് പെരുമാറുന്നതും മര്യാദയല്ലേ രാജാവേ? അതിയായ ആഗ്രഹത്തിൽ നിന്ന് പുത്രന്മാരെ നേർവഴിക്ക് നടത്തുക എന്ന് പറയുന്നത് ഒരു പിതാവിന്റെ ധർമ്മമാണ് മഹാരാജാവേ. അത് നാം ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അങ്ങേക്ക്? അവർ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെങ്കിൽ മഹാരാജാവേ ഓർക്കുക, പാണ്ഡവന്മാർക്കൊപ്പം നാമും ഉണ്ടായിരിക്കും. യുദ്ധമോ സമാധാനമോ വേണ്ടത് എന്ന് അങ്ങ് തീർച്ചപ്പെടുത്തുക മഹാരാജാവേ. ധർമ്മിഷ്ഠരായിരിക്കുന്ന പാണ്ഡവന്മാർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അസത്യവും അധർമ്മവും ജയിക്കരുതെന്നും അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ തന്നെ സന്ദേശവാഹകരായി അവർ അയച്ചിരിക്കുന്നത്. കൗരവന്മാരോട് എനിക്ക് യാതൊരു വിദ്വേഷവുമില്ല എന്ന് അങ്ങ് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും നല്ലത് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ സഭയിൽ സംസാരിക്കുന്നത്. അതനുസരിച്ചാൽ ശ്രേയസിന് മാർഗമായി തീരും. പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ അവിടത്തേക്ക് തീരുമാനിക്കാം, ധർമ്മം വേണമോ അധർമ്മം വേണമോ എന്ന്. ഇത്രയും പറഞ്ഞ് നമ്മുടെ കൃഷ്ണൻ ആ സ്ഥാനത്ത് അവിടെ ഇരുന്നു. നിശബ്ദമായിട്ടാണ് ഈ സദസ്സ് ഭഗവാന്റെ ഓരോ വാക്കും ശ്രദ്ധയോടുകൂടി കേട്ടത്. നിഷ്പക്ഷ രീതിയിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ ധർമ്മം പ്രതിപാദനം സദസ്യരും മുഴുവൻ കേട്ടിട്ട് പുളകിത ഗാത്രന്മാരായി അങ്ങ് കൈകൊട്ടി അഭിനന്ദിച്ചു ഭഗവാനെ. ഏറ്റവും നല്ല കാര്യമാണ് വാസുദേവൻ പറഞ്ഞതെന്നും അത് തന്നെയാണ് കാരണീയമായിരിക്കുന്നതെന്നും എല്ലാവർക്കും ബോധ്യമായി. പക്ഷേ ആർക്കും ഒന്നും പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെ കുറേ നേരം സദസ്സങ്ങ് മൗനമായി നിന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ജനാർദ്ദനൻ എന്ത് ചെയ്തു? എല്ലാവരുടെ മുഖത്തേക്കും മാൻപേടയ്ക്ക് തുല്യമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന മിഴികൾ കൊണ്ട് ഓരോരുത്തരെയും മാറി മാറി പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി. ഒരു പ്രതികരണവും ഒരാളുടെ ഭാഗത്തൊന്നുമില്ല. കൃഷ്ണന്റെ പ്രഭാപൂർണമായിരിക്കുന്ന ഉജ്ജ്വലമായിരിക്കുന്ന സംസാരം കേട്ട് എല്ലാവരും നിശബ്ദമായിരിക്കുമ്പോൾ നമ്മുടെ പരശുരാമൻ ഇങ്ങോട്ട് എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണാർജുനന്മാരുടെ മഹത്വം വെളിവാക്കുന്നൊരു സംഭവം ഞാൻ പറയാം. പണ്ട് ദംഭോദ്ഭവൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. മഹാരഥനും അഹംഭാവിയുമായിരിക്കുന്ന അവൻ എല്ലാ ദിവസവും രാവിലെ ബ്രാഹ്മണരോടും ക്ഷത്രിയന്മാരോടും ചോദിക്കും, എന്നേക്കാൾ ശക്തനായി ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. യുദ്ധത്തിൽ എന്നെ ജയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഉണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങനെ അഹംഭാവത്തോടുകൂടി സഞ്ചരിക്കുന്ന അവനെ ഒന്ന് വിനയ സ്വഭാവത്തിലേക്കാക്കാൻ പലരും ശ്രമിച്ചു. നടന്നില്ല.
അവസാനം തപസ്സികൾ അവനോട് പറഞ്ഞു, വടക്ക് അനേകം പേരെ ജയിച്ചിട്ടുള്ള നരനും നാരായണനും എന്ന് പേരുള്ള 2 ഋഷിമാരുണ്ട്. അവരെ യുദ്ധത്തിൽ ജയിച്ചാൽ മാത്രമേ അങ്ങ് ജേതാവാവുകയുള്ളൂ. അത് കേട്ടപ്പം ദംഭോദ്ഭവൻ ഗന്ധമാന പർവ്വതത്തിൽ തപസ് ചെയ്യുന്ന നരനാരായണ മഹർഷിമാരുടെ അടുത്ത് ചെന്നിട്ട് പോരിന് വിളിച്ചു. അവര് പറഞ്ഞു, രാജാവേ, ഇതൊരു ആശ്രമമാണ്. ഇവിടെ രാഗദ്വേഷങ്ങൾക്കും ഹിംസയ്ക്കും സ്ഥാനമില്ല. ഭൂമിയിൽ ധാരാളം രാജാക്കന്മാരുണ്ടല്ലോ, അവിടെ പോയി യുദ്ധത്തിന് വല്ല വഴിയുണ്ടോന്ന് അന്വേഷിക്കൂ. പക്ഷേ ദംഭോദ്ഭവൻ വിട്ടില്ല. അവന്റെ ആ ഒരു നിർബന്ധം അങ്ങ് മൂത്തപ്പോ നരൻ ഒരു പിടി ഇഷീക പുല്ലെടുത്തിട്ട് യുദ്ധത്തിന് അങ്ങ് തയ്യാറായി. ദംഭോദ്ഭവൻ അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം നിഷ്ഫലമായി തീർന്നു. അവസാനം നരൻ എന്തു ചെയ്തു? ഇഷീക പുല്ലയച്ച് രാജാവിനെ മൂടിക്കളഞ്ഞു. ആ പുല്ല് ദേഹത്ത് മുഴുവൻ തറച്ചിട്ട് രാജാവും സൈന്യങ്ങളും ഒരുപാടങ്ങ് വിഷമിച്ചു. അവസാനം പരാജയം സമ്മതിച്ചിട്ട് നാണം കെട്ട രാജാവ് നരമഹർഷിയുടെ കാൽക്കൽ വീണ് അഭയം പ്രാപിച്ചു. നരമഹർഷി എന്തു ചെയ്തു? രാജാവിനെ അനുഗ്രഹിച്ചിട്ട് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞയച്ചു. ആ നരനാരായണ മഹർഷിമാരാണ് ഇപ്പൊ കൃഷ്ണാർജുനന്മാരായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ആശ്രയിക്കുകയാണെങ്കിൽ കൗരവന്മാർക്ക് രക്ഷയുണ്ട്. അഹങ്കാരം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അങ്ങനെ ചെയ്യാത്ത പക്ഷം കൗരവന്മാരൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് നല്ല രീതിയിൽ ആലോചിച്ച് കൃഷ്ണന്റെ വാക്കുകൾ സ്വീകരിക്കുക. ഇതാണ് എൻ്റെ അഭിപ്രായം. ആര് പറഞ്ഞു? പരശുരാമൻ പറഞ്ഞു. പരശുരാമൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം നമ്മുടെ കണ്വ മഹർഷി എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, ദുര്യോധനനെ ഒന്ന് നോക്കി കണ്വ മഹർഷി. എന്നിട്ട് പറഞ്ഞു, സുയോധന, ഭഗവാന്റെ വാക്ക് കേട്ട് പാണ്ഡവന്മാരുമായിട്ട് നല്ല ഒരു സമാധാനത്തിന് പോകുന്നതല്ലേ നല്ലത്? സ്വയം ബലവാനാണെന്ന് ചിന്തിക്കുന്നത് വെറുതെയാണ് സുയോധന. പാണ്ഡവന്മാരും ബലവാന്മാര് തന്നെയല്ലേ? ബലം നിലനിൽക്കണമെങ്കിൽ വിനയവും നയവും ഒക്കെ വേണം. പാണ്ഡവന്മാരും കൗരവന്മാരും കൂടി ഈ ഭൂമി ഭരിക്കട്ടെ. ബലവാന്മാരുടെ മുമ്പില് ബലമല്ലാതായി തീരുകയാണ്. അതിനെ സംബന്ധിക്കുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. മക്കൾക്ക് വേണ്ടി ഭർത്താവിനെ അന്വേഷിച്ച മാധലിയുടെ കഥയാണത്. ത്രൈലോക്യനാഥനായിരിക്കുന്ന ഇന്ദ്രന്റെ സാരഥിയായിരുന്നു മാധലി. അതിസുന്ദരിയായിട്ട് ഗുണകേശി എന്ന് പറയുന്ന ഒരു മകൾ ഈ മാധലിക്ക് ഉണ്ടായിരുന്നു. ത്രൈലോക്യനാഥനായിരിക്കുന്ന ഇന്ദ്രന്റെ സാരഥിയാണ് മാധലി. മാധലിക്ക് അതിസുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് ഗുണകേശി എന്നാണ്. എല്ലാ ഗുണങ്ങളും തികഞ്ഞ അവൾക്ക് യോജിച്ച ഒരു ഭർത്താവിനെ കണ്ടെത്താൻ മാധലി അങ്ങനെ പുറപ്പെട്ടു. ദേവലോകത്തും മനുഷ്യലോകത്തും സകല ഗുണസമ്പൂർണനുമായിരിക്കുന്ന എല്ലാ ഗുണങ്ങൾ കൊണ്ടും തികഞ്ഞ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാതെ മാധലി എന്തു ചെയ്തു? നാഗങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന പ്രതീക്ഷയോടെ മാധലി ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് നാഗലോകത്തേക്ക് അങ്ങ് പുറപ്പെട്ട് വഴിക്ക് വെച്ചിട്ട് നാരദ മഹർഷിയെ കണ്ടു. എന്താണ് യാത്രയുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞപ്പോ നാരദരും മാധലിയുടെ കൂടെ നാഗലോകത്തേക്ക് വരാന്ന് സമ്മതിച്ചു. 2 പേരും കൂടി വരുണലോകം, പാതാളലോകം, ഹിരണ്യലോകം, ഗരുഡലോകം, രസാതലം അങ്ങനെയുള്ള ലോകങ്ങളൊക്കെ സഞ്ചരിച്ച് അവസാനം നാഗലോകത്തിൽ എത്തിച്ചേർന്നു. അവിടെ പലതരത്തിലുള്ള നാഗത്താന്മാരെയല്ലേ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പോഴാണ് ആര്യകന്റെ പൗത്രനായിരിക്കുന്ന സുമുഖനെ കാണുന്നത്. അപ്പോൾ മാധലിക്ക് വലിയ സന്തോഷമായി.
അവൻ മകൾക്ക് യോജിച്ച ഭർത്താവായിരിക്കുമെന്ന് മാതലി അങ്ങോട്ട് ഉറപ്പിച്ചു. ആ വിവരം ആര്യകനെ അറിയിക്കാൻ വേണ്ടി മാതലി നാരദരോട് പറഞ്ഞു. ആര്യകന്റെ മകന്റെ മകനല്ലേ, അപ്പൊ സുമുഖന്റെ കാര്യം നാരദര് തന്നെ പോയിട്ട് ആര്യകനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. നാരദൻ നേരെ ആര്യകന്റെ അടുത്തെത്തി. ഇവൻ ഇന്ദ്രസാരഥിയായിരിക്കുന്ന മാതലിയാണ്. ഇവന്റെ അതിസുന്ദരിയായ മകൾക്ക് അനുരൂപനായിരിക്കുന്ന ഒരു ഭർത്താവിനെ അന്വേഷിച്ചാണ് പുറപ്പെട്ടത്. അങ്ങയുടെ പൗത്രനായിരിക്കുന്ന സുമുഖനെ ഇയാൾക്ക് തൻ്റെ മകൾക്ക് യോജിച്ച ഭർത്താവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ദ്രസാരഥിയായിരിക്കുന്ന ഇവനെ ബന്ധുവായി കിട്ടുക എന്ന് പറയുന്നത് അങ്ങേക്കും സന്തോഷമുള്ള കാര്യമല്ലേ? അതുകൊണ്ട് ഇനി വൈകിക്കാതെ ഈ വിവാഹം അങ്ങ് നടത്തിക്കൂടെ? നമ്മുടെ നാരദൻ ചോദിച്ചു. അപ്പൊ ആര്യകൻ പറഞ്ഞു, ദേവർഷേ, അങ്ങ് പറയുന്നത് എനിക്കും സന്തോഷമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. ഗരുഡൻ സുമുഖന്റെ അച്ഛനായ എൻ്റെ മകനെ കൊന്നു തിന്നു പോയത് വളരെ അടുത്ത കാലത്താണ്. പോകുമ്പോൾ ഗരുഡൻ പറഞ്ഞിട്ടുണ്ട്, ഇനി വരുമ്പോ ഞാൻ സുമുഖനെയും കൊന്നു തിന്നുവെന്ന്. അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അതോർത്താണ് എനിക്ക് വിഷമം. അപ്പോ ഗരുഡൻ വന്ന് സുമുഖനെ തിന്നാ ആ കുട്ടി വിധവയാവില്ലേ? ഇത് കേട്ടപ്പം നമ്മുടെ മാതലി പറയാണ്, ഇന്ദ്രന്റെ സാരഥിയായിരിക്കുന്ന മാതലി, അദ്ദേഹത്തിന്റെ മോൾക്ക് വേണ്ടിയാണല്ലോ വന്നിരിക്കുന്നത്. മാതലി പറഞ്ഞു, ഞാൻ നിന്റെ പൗത്രനെ ജാമാതാവായി സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ ആയുസിന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പോ തന്നെ സുമുഖൻ എന്റെയും നാരദന്റെയും കൂടെ ഇന്ദ്രനെ പോയി ഒന്ന് കാണണം. ബാക്കിയൊക്കെ ശുഭമായി തീരും. ഇത്രയും പറഞ്ഞുകൊണ്ട് മാതലി എന്ത് ചെയ്തു എന്നറിയോ? സുമുഖനെയും കൂട്ടി ദേവേന്ദ്രന്റെ അടുത്തെത്തി. സംഗതിവശാൽ വിഷ്ണുവും അവിടെ ഉണ്ടായിരുന്നു ദേവേന്ദ്രന്റെ അടുത്ത്. വിവരമൊക്കെ അറിഞ്ഞപ്പം വിഷ്ണു അപ്പ തന്നെ സുമുഖന് അമൃതം കൊടുത്ത് അവനെ അമരനാക്കി തീർക്കാൻ ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ എന്ത് ചെയ്തു? വിഷ്ണുവിന്റെ അനുവാദത്തോടെ സുമുഖന് കുറച്ച് ഉത്തമമായിരിക്കുന്ന ആയുസ്സൊക്കെ നൽകി അവനെ അമരനാക്കി തീർത്തു. മാതലിയും നാരദനും ഭയങ്കര സന്തോഷമായി. സുമുഖൻ എന്ത് ചെയ്തു? ഗുണകേശിയെ കല്യാണമൊക്കെ കഴിച്ച് നാഗലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ഗരുഡൻ ഈ വിവരം അറിഞ്ഞപ്പം ഭയങ്കര ദേഷ്യമായി ഗരുഡന്. എന്നെ നിന്ദിച്ചുകൊണ്ട് എൻ്റെ ആഹാരം മുടക്കാൻ ഇന്ദ്രൻ ആരാണ്? ഗരുഡൻ നേരെ സ്വർഗത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഇന്ദ്രനെ അങ്ങ് അധിക്ഷേപിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. എന്റെ ശക്തി എത്രയുണ്ടെന്നറിയാത്തത് കൊണ്ടാണ് നീ എന്നോട് എതിർക്കാൻ വന്നിരിക്കുന്നത്. എന്നേക്കാൾ ശക്തനും മഹാനാരുമായ ആരുണ്ട് ഈ ലോകത്തിൽ? എന്റെ ആഹാരം മുടക്കിയതിന്റെ ഫലം നീ ഇപ്പോ തന്നെ അനുഭവിക്കും. ദേവന്മാരെയും ദേവലോകത്തുള്ളവരെയും ഒക്കെ ഒറ്റയടിക്ക് നശിപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് ഞാൻ ഇപ്പോ മനസ്സിലാക്കി തരാം. വിഷ്ണു പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടും ഗരുഡൻ കേൾക്കുന്നില്ല. ഗരുഡൻ പറയാണ്, മഹാവിഷ്ണുവിന്റെ തലയിൽ ഈ കുറ്റമെല്ലാം വെക്കുന്നത് ശരിയല്ല ഇന്ദ്ര എന്നതേ പറയുന്നു. നീ തന്നെയാണ് സുമുഖനെ ആയുഷ്മാനാക്കി തീർത്തിരിക്കുന്നത്. അതിന്റെ ഫലം നീ അനുഭവിക്കണം. ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനോട് എതിർക്കാൻ വേണ്ടി തുടങ്ങുന്ന ഗരുഡനെ നല്ല ക്ഷമ നശിച്ചപ്പം ഗരുഡനെ നോക്കിയിട്ട് വിഷ്ണു 2 ഡയലോഗ് അങ്ങ് പറഞ്ഞു. ഹേ ഗരുഡ, ഈ ലോകങ്ങളും ഈ കോലാഹലങ്ങളൊക്കെ അങ്ങ് നിർത്ത് ഗരുഡ. വലിയ ബലവാനാണെന്നുള്ള ആത്മപ്രശംസയൊന്നും വേണ്ട. എന്നെയും നിന്നെയും വഹിക്കുന്നത് ഞാൻ തന്നെയാണ്. എന്റെ ഈ കൈയൊന്ന് പൊക്കുവാൻ സാധിച്ചാൽ നീ ബലവാനാണെന്ന് ഞാൻ സമ്മതിക്കും ഗരുഡ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലത് കൈ നേരെ ഗരുഡന്റെ ചുമലില് അങ്ങ് ഷോൾഡറിൽ അങ്ങ് വിഷ്ണു പതുക്കെ വെച്ചു. എന്റെ കൈയങ്ങ് പൊക്കൂ, അപ്പൊ നീ ബലവാനാണെന്ന് ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. ഗരുഡന്റെ ഷോൾഡറിൽ വിഷ്ണുവിന്റെ കൈവച്ചതും ഗരുഡൻ അങ്ങ് ഭാരം താങ്ങാൻ പറ്റാതെ ക്ഷീണിച്ച് നിലത്തേക്ക് മറിഞ്ഞു വീണു. മോഹാലസ്യം കൊണ്ട് ഗരുഡൻ എഴുന്നേൽക്കാൻ പോലും വയ്യ.
തളർന്നു കിടക്കുന്ന ഗരുഡനെ അനുഗ്രഹിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു, മേലാൽ നീ അഹംഭാവം നടിച്ച് ഇങ്ങനെയൊന്നും ചെയ്യുകയും പറയുകയും ചെയ്യരുത്. അനാവശ്യമായി നീ നാഗങ്ങളെ പീഡിപ്പിക്കരുത്. ബലവാന്മാരോട് നീ എതിർക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് സുമുഖനെ ഗരുഡന്റെ മാറിടത്തിലേക്ക് അങ്ങിട്ടു. ഗരുഡന്റെ എല്ലാ അഹംഭാവവും മാറി. അന്ന് മുതലാണ് ഗരുഡൻ സർപ്പത്തോടുകൂടി ജീവിക്കുന്നത് നമ്മൾ കാണാറില്ലേ? ഗരുഡൻ, ചില ഫോട്ടോകളിൽ ഗരുഡന്റെ കൂടെ സർപ്പത്തെ. അന്ന് വിഷ്ണു കൊണ്ടുപോയി സുമുഖനായിരിക്കുന്ന സർപ്പത്തെ ഗരുഡന്റെ മേലെ ഇട്ടതാണ്. അങ്ങനെയാണ് ഗരുഡൻ ഈ നാഗത്തെയും കൊണ്ട് പോകുന്നത്. അന്നേരം നമ്മുടെ കണ്വ മഹർഷി പറയാണ്, അതുകൊണ്ട് ദുര്യോധന, ശക്തിയിൽ നമ്മൾ അഹങ്കരിക്കരുത്. പാണ്ഡവന്മാരായിട്ട് എതിർക്കുന്നത് വരെ മാത്രമേ നിന്റെ അഹംഭാവം ഉണ്ടാവുള്ളൂ. ഭീമനോട് അർജുനനോട് ഏറ്റുമുട്ടിയാൽ നിന്റെയും നിന്റെ വംശത്തിൻ്റെയും നാശത്തിന് അത് കാരണമാവും സുയോധന. അതുകൊണ്ട് പാണ്ഡവന്മാരോട് വിരോധമൊക്കെ വെടിഞ്ഞ് വാസുദേവന്റെ വാക്കുകൾ കേട്ടിട്ട് നീ നിന്റെ വംശത്തെ രക്ഷിക്ക്. ഇതല്ലേ ഇപ്പൊ ചെയ്യേണ്ടത്? മുഖത്ത് നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത് കർണൻ. ഈ വാക്ക് കേട്ടപ്പം ദുര്യോധനൻ എന്താ ചെയ്തെന്നറിയോ? കർണന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് അപമാനിക്കുന്ന സ്വരത്തിൽ പറയാണ്, ദൈവം എന്നെ സൃഷ്ടിച്ചപ്പം എന്തുണ്ടാവുമെന്ന് വിധിച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലെയൊക്കെ വരൂ. നിങ്ങളുടെ എല്ലാം ഈ ഉപദേശം കൊണ്ടൊന്നും ഞങ്ങളുടെ തീരുമാനമൊന്നും മാറാൻ പോണില്ല. യഥൈവേശ്വര സൃഷ്ടോ സമീയത് ഭാവിയാച മേ ഗതി തഥാ മഹർഷി വർത്താമി കിം പ്രലാപ കരിഷ്യതി. കണ്വമഹർഷിയുടെ വാക്കുകള് കേൾക്കാതിരുന്നപ്പോ പിന്നെ നാരദ മഹർഷിയാണ് നമ്മുടെ ദുര്യോധനനെ ഉപദേശിച്ചത്. അദ്ദേഹം പറഞ്ഞു, ദുർലഭോ വൈ സൃഹത് ശോധാ ദുർലഭശ്ച ഹിതാ സുഹൃത് തിഷ്ഠദേഹി സുഹൃത് യത്ര നാബന്ധു സത്ര തിഷ്ഠദേ ശ്രോതാവ്യാമഭി പശ്യാമി സുഹൃദാം കുരു നന്ദന ന കർത്തവ്യശ്ച നിർബന്ധോ ഹി സുധാരണ. എന്ന് വെച്ചാൽ സുയോധന, പറഞ്ഞാ കേൾക്കുന്ന സുഹൃത്തുക്കളും ഇഷ്ടം പറയുന്ന ബന്ധുക്കളും ഒക്കെ വളരെ ചുരുക്കമാണ്. സുഹൃത്ത് നിൽക്കുന്ന വഴിയിൽ ബന്ധു നിൽക്കില്ല. അതുകൊണ്ട് തന്നെ കുരുനന്ദന, ഭവാൻ സുഹൃത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. പക്ഷേ നിർബന്ധ ബുദ്ധി പാടില്ല. അത് അപകടമാണ് കുഞ്ഞേ, ദാരുണമാണ്. നിന്റെ വാശി ഉപേക്ഷിക്കൂ. ഒന്നിനും വാശി ജയിക്കില്ല മോനെ. പണ്ട് ഗാലവൻ ഗുരുവായ വിശ്വാമിത്രന് ഗുരുദക്ഷിണ കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ അതിമഹത്തായ ക്ലേശങ്ങളും വേദനകളും ഒക്കെ അവിടത്തേക്ക് വരാതെ അവിടുന്ന് നോക്കണേ. അതുപോലെ സ്വർഗത്തിൽ ചെന്ന യയാതി അഹംഭാവം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ആപത്തുകൾ അങ്ങേക്ക് വരാതിരിക്കട്ടെ. ഹിതേച്ഛുക്കളായിരിക്കുന്ന ഇഷ്ടജനങ്ങൾ പറയുന്നതൊക്കെ കേൾക്കൂ മോനെ. മാനക്രോധങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അഭിമാനം, അന്തസ്, ദേഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പാണ്ഡവന്മാരുമായിട്ട് നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകൂ. നല്ല ഐശ്വര്യത്തോടു കൂടി ജീവിക്കൂ. തഥാദീയത് പാർത്ഥിവ യത് കരോതി യത്വാ തപസ്തപ്യതി യജ്ജുഹോതി ന
തസ്യ നാശോസ്തി നാചാപകർഷോ നാസ്യാസ്തദശ്നാധി സ ഏവ കർത്താ. രാജാവേ, കൊടുക്കുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെയും സഹിക്കുന്നതിൻ്റെയും ഹോമിക്കുന്നതിൻ്റെയും ഒക്കെ ഫലം നശിച്ചു പോവുകയോ കുറയുകയോ ഇല്ല. ആ ഫലം മറ്റാർക്കും പോവില്ല. ഗുണമായാലും ദോഷമായാലും കർമ്മഫലം അത് ചെയ്യുന്നവൻ തന്നെ അനുഭവിക്കും. അതുകൊണ്ട് ക്ഷമിക്കുക, ദാനധർമാദികൾ ചെയ്യുക. ആ ദാനധർമാദികളുടെ ഫലം വളരെ ശ്രേയസ്സാണ്. ദാനം ചെയ്ത് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കും മോനെ എന്ന് പറഞ്ഞു. 10:51. ഇനി കൃഷ്ണന്റെ ഉപദേശമാണ്. അത് നമുക്ക് കോഴിക്കോട് വെച്ചെടുക്കാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇന്നത്തെ ക്ലാസ്? ഇഷ്ടപ്പെട്ടു എങ്കിൽ മെസ്സേജ് ഇട്ട് തരൂ. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇഷ്ടപ്പെട്ടു എന്നാണോ ജിഷ മാതാജി? സൈന മാതാജി പറയുന്നു ഇഷ്ടപ്പെട്ടെന്ന്. ഒരുപാട് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരണ്ടേ കഥ കേൾക്കാൻ? എല്ലാവരും ഷെയർ ചെയ്യും. ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ, ഒരുപാട് സന്തോഷം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവർ ദയവായി ഗുരുവായൂർ മഞ്ജരീസ് ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക. നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓഡിയോ ആയിട്ടിട്ടാൽ മതി. ചെറിയ ചെറിയ ഓഡിയോ ഇടാം. അങ്ങ് നീട്ടി വലിച്ച് ഓഡിയോ ഇട്ടാൽ മൊത്തം കേൾക്കാൻ ഒരുപാട് സമയമെടുക്കും. ഓക്കെ, പിന്നെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, സന്തോഷമായിരിക്കുക. ഇന്ന് പ്രദോഷമായിരുന്നു. ഓ ശരി സത്യാമ്മേ, ഇന്ന് പ്രദോഷമായിരുന്നു. എത്ര പേര് പ്രദോഷം എടുത്തു? ഏകാദശിക്ക് അടുത്ത ദിവസം പ്രദോഷമാണ്. നോക്കാം സുജാത മാതാജി. സന്തോഷത്തോടു കൂടി പോകുന്ന ക്ലാസ്. ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം. നമ്മൾ എല്ലാ പ്രയാസങ്ങളും ഓട്ടവും ടെൻഷനും എന്താ പറയുക വിഷമവും രോഗാവസ്ഥകളും എല്ലാം സഹിച്ചിട്ട് നമ്മളൊരു 2-2.5 മണിക്കൂർ രഞ്ജിത്ത് പ്രഭു 2-2.5 മണിക്കൂർ നമ്മൾ എന്തിനാ വരുന്നത്? സമാധാനം കിട്ടാൻ അല്ലേ? അപ്പോൾ നമുക്ക് ആ സമാധാനം ഭഗവാന്റെ കഥകളിലൂടെ ഇവിടെ കിട്ടുകയാണ്. ആലോചിച്ച് നോക്കിക്കേ, ഒത്തിരി സമാധാനം നമുക്ക് ഭഗവാന്റെ കഥകളിലൂടെ ഇവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. നമുക്കത് തന്നെയല്ലേ വലുത്. ജീവിതത്തിൽ 24 മണിക്കൂറിൽ ഒരു 6 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നു എന്ന് കരുതുക. ബാക്കി എത്ര മണിക്കൂറുണ്ട്? 18 മണിക്കൂർ. ആ 18 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നു. ബാക്കി 10 മണിക്കൂർ. അതിൽ 5 മണിക്കൂർ നമ്മൾ കുളിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും തുണിയെടുത്ത് വയ്ക്കാനും യാത്ര ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു. ബാക്കി 5 മണിക്കൂറിൽ ഒരു 3 മണിക്കൂറെങ്കിലും പലവിധ വിഷമങ്ങൾ ആലോചിച്ച് പല വേദനകൾ സഹിച്ച് വീട്ടിലെ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ടെൻഷൻ ഇതെല്ലാം താങ്ങി നമ്മൾ മുന്നോട്ട് പോകുന്നു അല്ലേ? മിച്ചമുള്ള 2 മണിക്കൂറും നമുക്ക് ആവർത്തന വിരസത വേണ്ട. അതുകൊണ്ടാണ് ലൈവിൽ ആര് നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും, ഇപ്പം അങ്ങനെ ആരും ഇടാറില്ല, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. ഇട്ടാൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും മാതാജി നമ്മൾ മൈൻഡ് ആക്കണ്ടെന്ന് പറയുന്നത്. നമുക്ക് അസഹ്യമായി തോന്നിയാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം കേട്ടോ. ബിന്ദു മാതാജി, ഞാൻ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. സമയം 11 ഇനി ചപ്പാത്തി ഉണ്ടാക്കി അത് കഴിച്ച് കിടക്കുമ്പോഴേക്കും 12 ആവും. പിന്നെ 2:30 വീണ്ടും എഴുന്നേൽക്കണം. കിച്ചൂട്ടൻ്റെ കാര്യം നോക്കണ്ടേ? നിങ്ങളുടെ ഓരോരുത്തരുടെ കാര്യവും പറയണ്ടേ? കിച്ചൂട്ടനോട് ജപിക്കണ്ടേ? തിരിച്ചൊരു 5:30-6 മണിയാകുമ്പോഴേക്കും എൻ്റെ ജപവും എല്ലാം കഴിയും. 7 മണിക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതും കഴിഞ്ഞ് നേരെ ബിന്ദുമ്മയും കൂട്ടിക്കൊണ്ട് ടി നഗരം പോയി അവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് യാത്ര. മറ്റന്നാൾ രാവിലെ 5 മണിയാകുമ്പോൾ കോഴിക്കോട്. നേരെ വീട്ടിൽ ചെന്ന് എത്തുമ്പോഴേക്കും 6 മണി. കുളിച്ച് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ച്
അവിടെ ചെന്ന് അവിടെ എന്നും നാമം ചൊല്ലിക്കൊടുക്കും. നാമവും ചൊല്ലിക്കൊടുത്ത് പ്രഭാതമഞ്ജരി. എത്ര ടൈം ഷെഡ്യൂളാണ് അല്ലേ? പക്ഷെ അതിലൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കാൻ ശ്രമിക്കുക. ബിസി അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഓരോ ചിന്തകളും നമ്മളെ അലട്ടുന്നത്. ജീവിതമല്ലേ, പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തൊരു നിമിഷം പോലും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കണം. പ്രഭാതമഞ്ജരി ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് തരണം ചെയ്യാം ഭഗവാന്റെ കഥകളിലൂടെ. അപ്പം ഈ 2 മണിക്കൂർ നമ്മളെല്ലാം മറന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. ഷീബ മാതാജിക്ക് ജപമാല വേണോ? കൊണ്ടുവരാം. ഷീബ മാതാജിക്ക് ഫ്രീ ആണെങ്കിൽ പറയൂ, നമുക്ക് കോഴിക്കോട് കുറച്ച് അന്നദാനം കൊടുക്കാം. ഓക്കെ, അവിടെ ചൊവ്വാഴ്ച വൈകിട്ട് ഷീബ മാതാജി പറഞ്ഞാൽ മതി, ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം, വന്നോളൂ കേട്ടോ. നമുക്ക് കത്തിക്കാം, നമുക്ക് ലൈവ് ഇടാം. എന്നിട്ട് അടുത്ത മാസത്തേക്കുള്ള നമുക്ക് ഷീട്ടാക്കാം. എനിക്ക് വിളക്ക് കത്തിക്കാൻ ഒരു 500 രൂപ ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. വേറെ ആരും അയച്ചു തന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. 2500 വേണം. അടുത്ത മാസത്തേക്കും കൂടെ നമുക്ക് വേഗം ഷീട്ടാക്കാം. ഓക്കെ, അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. നാളെ പ്രഭാതമഞ്ജരിയിൽ കാണാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലൊന്നും കാര്യമാക്കരുത് കേട്ടോ. ആരെന്ത് പറഞ്ഞാലും ശരി കൊടുക്കാം സുജ മാതാജി. നമുക്ക് പിന്നെ അവിടെ ആരാ ഉള്ളത്? പ്രേമ മാതാജി ഉണ്ട്. മാതാജിക്ക് വരാൻ പറ്റുമോ നമുക്ക് ചോദിക്കാം. പ്രേമ അപ്പുക്കുട്ടൻ, പ്രേമ മാതാജിയെ കൂട്ടാം. പിന്നെ നമ്മുടെ അമറുണ്ട്, അമറിനെയും വിളിക്കാം. കോഴിക്കോട് ആരൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടുവരാം. നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ കോഴിക്കോട് നമ്മുടെ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം ആൾക്കാർക്ക്. ഓക്കെ, സന്തോഷമായിട്ടിരിക്കും കേട്ടോ, സമാധാനമായിട്ടിരിക്കുക, ടെൻഷനൊന്നും അടിക്കണ്ട. ആരെങ്കിലും വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങ് വിട്ടേക്കും, മറുപടി ഒന്നും കൊടുക്കാൻ പോകണ്ട. അവരവരുടെ കർമ്മഫലം കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളതൊന്നും ചെവി കൊടുക്കണ്ട. നമ്മൾ ഭഗവാനെ മാത്രം നോക്കുക. പ്രാർത്ഥിച്ചാലും നമ്മളെ മെൻ്റൽ എന്ന് വിളിക്കും, ജയ് ഗുരുദേവ് മെൻ്റൽസ് എന്ന് വിളിക്കും, അപമാനിക്കും, പലതും ചെയ്യും. നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. എല്ലാം കുന്തിദേവി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച പോലെ നമ്മുടെ ഹൃദയവും അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന എല്ലാവരും ഉണ്ടെന്ന് എനിക്കറിയാം. 2 അറ്റം ജീവിതത്തിൻ്റെത് കൂട്ടിമുട്ടിക്കാൻ വല്ലാത്ത അവസ്ഥയിൽ ഗതികെടുന്നവർ ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ, ധൈര്യമായിട്ടിരുന്നോളൂ. കിച്ചൂട്ടൻ നിങ്ങളെ കൈവിടില്ല കേട്ടോ. കിച്ചൂട്ടൻ്റെ വക്ഷസ്ഥാനത്തിരിക്കുന്ന ലക്ഷ്മി ദേവി നിങ്ങൾക്ക് സമ്പത്തും ആരോഗ്യവും എല്ലാം തരും. സുജാത മാതാജി കേൾക്കാൻ ഞാൻ വരികയാണ്. 10-14 ദിവസത്തേക്ക് കോഴിക്കോടുണ്ട്. നമുക്ക് എന്നും കാണാം. ഞാൻ എന്നും കേൾക്കും. പോരെ? സന്തോഷമായിട്ടിരിക്കും. നമുക്ക് അമ്പലത്തിലൊക്കെ പോവാം. പ്രേമ മാതാജിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് വളയനാട് ക്ഷേത്രത്തിൽ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ വയലിൻ ക്ലാസ് മാസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ട്, ഈ 2 ആഴ്ചയെങ്കിലും കൃത്യമായി വരണേന്ന് എൻ്റെ ഡാൻസ് മാസ്റ്റർ, അനിയൻ മാസ്റ്ററും വയലിൻ മാസ്റ്ററും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വയലിൻ ക്ലാസ്സും ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞിട്ട് വരും മാതാജിയുടെ അടുത്തേക്ക്. നമുക്ക് പോവാം, നമുക്ക് അന്നദാനമൊക്കെ കൊടുക്കാം, പല പല കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഞാൻ പറശ്ശിനിക്കടവ് വരുന്നുണ്ട്. മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും വരുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ചയായിരിക്കും പറശ്ശിനിക്കടവ് വരുന്നത്. കാണാം നമുക്ക് കേട്ടോ. ഞാൻ ലൈവിൽ പറയാം. ഇനി അവിടെ എന്താ അവസ്ഥ അറിയില്ല, പ്രത്യേകിച്ച് അവസ്ഥയൊന്നുമില്ല, നമ്മുടെ ഫ്രീഡം തന്നെയാണ്, ഒന്നും കുഴപ്പമില്ല. അല്ലേ, ഇനിയിപ്പോൾ തിങ്കളാഴ്ച വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്നല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വരാം തിങ്കളാഴ്ച, പറശ്ശിനിക്കടവ് വരാം, നമുക്ക് പറശ്ശിനിക്കടവൊക്കെ തൊഴാം. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുക. നാളെ രാവിലെ പ്രഭാതമഞ്ജരിയിൽ കാണാം. നെഗറ്റീവ്സ് എല്ലാം കളയാം, പോസിറ്റീവ് എല്ലാം സ്വീകരിക്കാം. കിച്ചൂട്ടനെ അങ്ങ് മുറുകെ പിടിക്കാം. എപ്പോഴും ചിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. വിഷമങ്ങളൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷ്യൻ കി ജയ്. ഇങ്ങനെ പറയാം കേട്ടോ. ഹാപ്പി. നമുക്ക് നാളെ കാണാം.